അനുഗ്രഹപ്രദമായ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഈ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയ സാബ് പാസ്റ്റർ കുടുംബം, അതുപോലെ ഈ സഭയുടെ പ്രധാന ചുമതല വഹിക്കുന്ന പൊയ്കയിലെ പ്രിയ റോയ്ചാൻ, ഇവിടെ പ്രാർത്ഥനയിൽ സഹായിച്ച ബഹുമാന്യ കർത്തൃദാസന്മാർ, ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ മാന്യ കർത്തൃദാസന്മാർ, രാജൻ പാസ്റ്റർ അടക്കമുള്ള ബഹുമാന്യ ദൈവദാസന്മാർ, ഈ രാത്രി യോഗത്തിൽ ഇവിടെ സംബന്ധിക്കുന്ന മാതാക്കളും പിതാക്കളും കുഞ്ഞുങ്ങളും സഹോദരി സഹോദരന്മാരും, വിശേഷിച്ച് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മാന്യ മകന്, അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്ന ചുമതലപ്പെട്ടവർ, ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവർ, സമീപ ഭവനങ്ങൾ, ഈ സുവിശേഷത്തെ ശുശ്രൂഷയെ സ്നേഹിച്ച് ഇന്ന് രാത്രി എത്തിച്ചേർന്നിരിക്കുന്നവർ, ഇപ്പോൾ ഇവിടെ പൊതുവിൽ പ്രസ്താവിച്ചതനുസരിച്ച് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ, ജനപ്രതിനിധികൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രാവശ്യത്തെ വാർഷിക കൺവെൻഷനിലും എനിക്കും വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തരുന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ക്ഷണിച്ച കർത്തദാസനും സഭയ്ക്കും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇന്ന് രാത്രി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പെട്ടെന്നൊരു മഴ വന്ന് അതങ്ങ് നീങ്ങി, അത് ഗുണമായി. കാരണം ദൂരെ ഇരുന്നവരെല്ലാം അടുത്ത് വന്നു, വളരെ നന്നായി. രണ്ട്, ആ വലിയ ചൂടിനും ഒരു ശമനം ഉണ്ടായി. മൂന്ന്, ഇനിയും കസേര എടുത്തുകൊണ്ട് പുറകോട്ട് പോവുകയല്ല. അപ്പോൾ ഇതെല്ലാം നല്ല കാര്യമാണ് ദൈവം ചെയ്യുന്നത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സാബ് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഈ ദേശം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. വലിയകാവ്, വിശേഷിച്ച് മണ്ണാറത്തറ, അത് പറയുമ്പോഴേ ദൈവമക്കൾ ധാരാളമുള്ള സ്ഥലമാണ്. വിശേഷിച്ച് വേർപാടുകാർ, ദൈവവചനത്തെ നല്ല പ്രാവീണ്യം അഭ്യസിച്ചവർ, വചനത്തെ ബഹുമാനിക്കുന്നവർ, വചനത്തെ സ്നേഹിക്കുന്നവർ, വചനം പറയുന്നവരെ സ്നേഹിക്കുന്നവർ, അങ്ങനെ ഈ ദേശം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. ഇവിടെയുള്ള എല്ലാ മാന്യ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. റോയ്ചായനുമായിട്ട് വീണ്ടും ഒന്നിച്ചിങ്ങനൊരു സദസ്സിൽ കർത്താവിൻ്റെ സാക്ഷ്യം വകുപ്പാൻ ഇടയായതിൽ ദൈവത്തിൻ്റെ മഹത്വം. അദ്ദേഹത്തിൻ്റെ വല്യപ്പച്ചന വിദ്വാൻകുട്ടിച്ചന് ജൂസ്തൂസ് ജോസഫ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം വളരെ ഈടുറ്റ ഗാനങ്ങളാണ്. സാധാരണക്കാർക്ക് എല്ലാ പാട്ടും പാടാൻ ഒക്കത്തുമില്ല. അത്രയ്ക്ക് വളരെ വിലപ്പെട്ട പാട്ടുകളാണ്. ആ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിട്ട് തനിക്കും കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം കൊടുത്ത അവസരത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പൊയ്കയിലെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ് നമ്മൾ വായിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം, അതിൻ്റെ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച് സഹായിച്ചാട്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജീവനേ ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ നമോ, പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകരാ നിവാവാനോ ഞങ്ങളിൽ വാ പാപനാശകാരണ നമോ നമോ, പാപനാശ പാരിതിൽ
മന്നവേന്ത മനുകുലത്തിന് വലിയ രക്ഷ നൽകിയ ദയാപര, മനുകുലത്തിന് വലിയ രക്ഷ നൽകിയ ദയാപര, നീ വാനോർ വാഴ്ത്തുനായക, ഞങ്ങളിൽ വാഴ്ത്തുനായക, ജീവനേ എൻ ജീവനേ നമോ നമോ. ജീവജാല ബാലക നമോ നമോ, ജീവജാല ഓ ജീവനറ്റവരിൽ കനിഞ്ഞ നിരാമയവര, നീ വാവാ ആമേ, ജീവനേ എൻ ജീവനേ നമോ നമോ, ജീവനേ എൻ ഗമിതാനന്ദ പ്രദനാങ്കൃ, നീ വാവാ നായക, ഞങ്ങളിൽ ഓ ജീവനേ എൻ ജീവനേ നമോ നമോ. പാപികൾക്കമിതാനന്ദ കൃപാകര, നീ വാവാ ഞങ്ങളിൽ ഞങ്ങളിൽ വാവാനോ. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി ദൈവസന്നിധിയിൽ നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം, വലിയ പദവിയായിട്ട് ഇത് കരുതുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രികളിൽ ശ്രേഷ്ഠരായ ദൈവഭൃത്യന്മാരെ ദൈവം ശക്തമായിട്ട് ഇവിടെ ഉപയോഗിച്ചു. ഇന്ന് രാത്രിയിലും നമുക്ക് അല്പസമയങ്ങൾ വചനം ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് മത്തായി സുവിശേഷം 11:11 സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പം ഇന്ന് രാത്രിയിലെ പ്രസംഗ വിഷയത്തിൻ്റെ തലക്കെട്ട് യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ കാരണമെന്താ, ഇതിൻ്റെ തലക്കെട്ട്. അതിനോട് ബന്ധപ്പെട്ട ഇന്ന് രാത്രി വചനം ധ്യാനിക്കുന്നത്. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ, വിശേഷിച്ച് പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ നമുക്കറിയാം ആദ്യത്തെ 4 പുസ്തകം സുവിശേഷ പുസ്തകങ്ങളാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അതിൽ ആദ്യത്തെ പുസ്തകമാണ് പുതിയ നിയമത്തിലെ മത്തായി സുവിശേഷം. മത്തായിയുടെ എഴുത്തിൻ്റെ ഉദ്ദേശം യേശുക്രിസ്തു രാജാതിരാജാവാണ് എന്ന് തെളിയിക്കുക. അതുകൊണ്ടാണ് മത്തായി 2-ാം അധ്യായത്തിൽ ആ പ്രയോഗം വന്നത്. വിദ്വാൻമാർ വന്ന് ചോദിക്കുക, രാജാവായിട്ട് പറഞ്ഞവൻ എവിടെ? അങ്ങനെ 2-ന്റെ-1 വായിച്ചോ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ വിട്ടു. അപ്പോൾ യേശുക്രിസ്തു രാജാവായിട്ടാ, പിറവിയിലെ രാജാവായിട്ട്. ഇവിടെ പലരും രാജാവായത് ജനിച്ചു കഴിഞ്ഞ കുറേ നാൾ കഴിഞ്ഞ, ഇപ്പം അതും ഇല്ല, എല്ലാം തീർന്നു. ഇനിയിപ്പം ഞാൻ രാജാവാന്നും പറഞ്ഞു നടന്ന എല്ലാവരും പറയും പട്ടാന്ന് പറയും. രാവിലെ ഇതിലിറങ്ങിയാൽ രാജാവാന്ന് പറഞ്ഞാൽ പറയും പെട്ടെന്ന് നമുക്ക് അഡ്മിറ്റ് ആക്കണം, ഇല്ല ഇത് പരുവക്കേടാവുമെന്ന് പറയും. അപ്പോൾ യേശുക്രിസ്തു പിറന്നതേ രാജാവായിട്ടാണ്. രാജാതി രാജാവൂ നീ,
രാജാതിരാജാവു നീ, എന്നും കർത്താതി കർത്താവു നീ. രാജാതിരാജാവു നീ, എന്നും കർത്താതി കർത്താവും രക്ഷകനെ, സുന്ദര രക്ഷകനെ, എനിക്കാനന്ദ കാരണനെ, ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനമേ. ഇന്നലെയും ഇന്നും എന്നും അനന്യ വന്ദനം വന്ദന സുന്ദര. അപ്പൊ യേശുക്രിസ്തു ജനനത്തിലെ അവിടുന്ന് രാജാവായിട്ടാണ് ജനിച്ചത്. ഇവിടെ രാജാക്കന്മാരായവരെല്ലാം ജനിച്ച് ഏറെ നാൾ കഴിഞ്ഞ രാജാവായി അവർ സ്ഥാനാരോഹണമൊക്കെ ചെയ്ത് ആ പദവിയിലെത്തുന്നത്. യേശുക്രിസ്തു ജനനത്തിലെ രാജാവാണ്. മാത്രമല്ല അവിടുത്തെ ക്രൂശിച്ചപ്പോൾ എഴുതി വെച്ചത് യഹൂദന്മാരുടെ രാജ. പറഞ്ഞു അത് അങ്ങനല്ല എഴുതണ്ട, എഴുതിയെന്ന് പറഞ്ഞു. എഴുതിയത് നിങ്ങൾ പറയുമ്പോഴെല്ലാം മാറ്റി മാറ്റി എഴുതാൻ ഞാൻ അതിനാളല്ലെന്ന് പറഞ്ഞു. അങ്ങനെ വിശദീകരിച്ചില്ലെങ്കിൽ അതൊക്കെ ആശയം. നീ എല്ലാം പറയുമ്പം മാറ്റി മാറ്റി എഴുതിയതൊക്കെ എഴുതിയെന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ രാജാവ്. ഉടമ്പടിക്കാത്ത രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നു, ഇടത്തും വലത്തും. ഒരുത്തൻ അവിടെ വെച്ച് ഓണമായി. അറ്റ കൈക്ക് അവൻ രക്ഷപ്പെട്ടത്. അപ്പം അവന് ബോധം വന്നു. മറ്റവൻ എന്താ ആണി കയറിയപ്പോൾ അവൻ അഹങ്കാര വർത്താനാണ് പറയുന്നത് അല്ലേ? അതെ, ഇവിടെ അതിനകത്തിരിപ്പുണ്ട്. ആണി കയറുമ്പോഴും ഇപ്പോഴും ആ മോത കാണും പറയും അഹങ്കാരമാണ്. അതെ, അവൻ അവിടെ കിടന്ന് പിന്നെയും പഴിക്കുക. ഇയാൾ ദൈവങ്ങളെ ചെല്ലാൻ നടന്നിട്ടുണ്ടെന്നാ ഞങ്ങളെയും ഇയാളെയും കൂടെ അങ്ങ്. എന്നിട്ട് മറ്റവനും മിണ്ടാതിരിടം മുടിഞ്ഞവനെ അങ്ങനെ എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറയുക. ആണി കയറിയിട്ട് നിനക്ക് ഒതുക്കം വരുന്നില്ലല്ലോ. അവനെ ശാസിച്ചു. എടാ, നമ്മൾ ഒത്തറാക്കൊള്ളി ഒപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ തോന്നിക്കിടക്കുന്നത്. പറയും, ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് പറഞ്ഞവൻ ചേർത്ത് പറഞ്ഞു, യേശുവേ നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഒന്ന്. അവന് വെളിവുണ്ടായി രാജാവാന്ന്. 90 വർഷമായിട്ട് ഇതിനകത്താണ്, നിനക്ക് ഇന്ന് വരെ വെളിവുണ്ടായിട്ടില്ല. എന്നും ഞായറാഴ്ച ബൈബിൾ കൊടുത്തോണ്ട് ഓടുന്ന ഓട്ടം കാണണം. അവനാന്ന് വെളിവുണ്ടായി. യേശുവേ നീ രാജത്വം പ്രാപിക്കുമ്പം ഇപ്പം കർത്താവൻ ഇന്ന് നീ എന്നോടുകൂടെ. അപ്പം ക്രൂശിൽ കിടന്നവന് മനസ്സിലായി രാജാവാണെന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തു രാജാതിരാജാവാ. പീലാത്തോസും വിസ്താരമെല്ലാം കഴിഞ്ഞേച്ച് കൊണ്ട് നിർത്തി വെച്ചിങ്ങനെ, ഇതാ നിങ്ങളുടെ രാജാവ്. അങ്ങനെ പറഞ്ഞു. ജനമെല്ലാം നോക്കി നിൽക്കുക. അപ്പം പീലാത്തോസ്, ദാ നിങ്ങളുടെ രാജാവ്. അപ്പം യേശുക്രിസ്തു രാജാവാണെന്നാ മത്തായി തെളിയിക്കുന്നത്. അതങ്ങനെ തന്നെ. അവിടുന്ന് രാജാവാ. അതാണല്ലോ യെശയ്യാവ് 32 പറഞ്ഞത്. വായിച്ചേ, ആരാ വാക്യം വായിച്ചുകൊണ്ടിരിക്കുന്നത്? വായിച്ചു ദൈവദാസൻ, പെട്ടെന്ന് വായിച്ചു. ഒരു രാജാവ് നീതിയോടെ വാഴും. കഴിഞ്ഞ കൊല്ലം നമ്മളാന്ന് വായിച്ചേ. അതാ എനിക്ക് തോന്നി. വായിച്ചു മേത്താനത്തും. പുള്ളി വായിക്കുന്ന നന്നായിട്ട് വായിച്ചു. ഒരു രാജാവ് നീതിയോടെ വാഴും. ഒരു രാജാവ് നീതിയോടെ വാഴും. നീതിയോടെ വാഴും. അത് രാജാവാകുന്ന യേശുക്രിസ്തുവാ. അന്ന് അലോഗ്യമൊന്നുമില്ല ഭരണവേ. യെശയ്യാവ് 11:5 വായിച്ചു. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഇപ്പം ഇത് വായിച്ചാൽ മതി. നീതി അവന്റെ നടുക്കട്ട. അപ്പൊ ഈ രാജാവിന്റെ വിശേഷത നീതി നടുക്കട്ട. ഇപ്പോഴത്തെ ഒരു രാജാവിന് നീതിയില്ല, വിശ്വസ്തത. രാജാവെന്ന് ഉദ്ദേശിച്ചത് ആരാന്ന് മനസ്സിലായി കാണും. ഒറ്റ ഒരുത്തർക്ക് നീതിയില്ല,
ഇനി ഏതേലും ഒരു രാജാവ്, നാട്ടുരാജാവാണെങ്കിലും ഏത് രാജാവാണെങ്കിലും നീതിയോടെ ചെയ്യാമെന്ന് വെച്ചാൽ മറ്റൊരു സമ്മതിക്കുകയില്ല. ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ജയിച്ചു വരുന്നവർ ചിലപ്പോൾ തീർത്ത കാര്യം ഇല്ലേ, അവർ ചിലപ്പം മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ, അല്ലാതെ ഏതെങ്കിലും വകുപ്പിൻ്റെ കൂടെയാണ് നടക്കുകയല്ല. നീ നീതിയോടെ നീതി നടുക്കെട്ടുണ്ട് അരക്കച്ചുണ്ടെന്ന് പറഞ്ഞാൽ അവരൊക്കെ വീട്ടിൽ വെച്ചാൽ മതി, ഞങ്ങൾ പറയാൻ പോലെ. അങ്ങനല്ലേ കണ്ടുവരുന്ന മുഴുവൻ അങ്ങനെ. എന്നാൽ ഒരു രാജാവിന് നീതിയോടെ വാഴും. അത് യേശുക്രിസ്തുവിന്റെ ഭരണമാണ്. വേട്ടമല പണ്ടൊരു പാട്ട് പാടി, ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും, ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. അപ്പോൾ ഇതുവരെ ഭരിച്ചവരിൽ നിന്നെല്ലാം ദൈവം അങ്ങ് ഭരണം ഏറ്റെടുക്കും. അന്ന് നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. അന്ന് ഇപ്പോഴുണ്ട്. അന്ന് നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. അന്ന് ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ല ഇവിടെ. ഇപ്പോൾ ഉണ്ട്, അവിടെ ഇല്ല. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിൻ്റെ ഭരണം അവിടെ വിവരിക്കുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു രാജാതി രാജാവാ. മത്തായി ആ കാര്യങ്ങൾ തെളിയിക്കുക. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വമാണ് തെളിയിക്കുന്നത്. അവിടെ ആ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 11 നമ്മൾ വായിച്ചത്. യേശുക്രിസ്തുവിന് മുൻപേ ഇങ്ങോട്ട് വന്ന യോഹന്നാൻ സ്നാപകനെ പറ്റി യേശുക്രിസ്തു പറയുന്നൊരു സാക്ഷ്യമാണ് ഇവിടെ വായിച്ചത്. ഈ നമ്മളെ പറ്റി നമ്മൾ സാക്ഷി പറയുന്നതിൽ നല്ലത് മറ്റുള്ളവർ പറയുന്നതാണ്. നമ്മളവർക്ക് ഇടം കൊടുക്കുകയല്ല, അവർ പറയുകയില്ല. കാരണം അവർ പറയത്തക്കതായി നമ്മളൊന്നും ചെയ്തു വെക്കുന്നു ഇല്ല. നമ്മൾ പറയുന്നതിൽ നല്ലത് മറ്റൊരാൾ നമ്മളെപ്പറ്റി സാക്ഷി പറയുന്നതാണ്. അതെ, വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നിന്റെ നീതി നിനക്ക് മുമ്പായിട്ട് പോകുമെന്ന്. നമ്മൾ പുറകെ ചെല്ലുമ്പോഴേ അവിടെ നീതി ചെല്ലും. അപ്പോൾ യേശു കർത്താവ് നേരിട്ട് യോഹന്നാൻ സ്നാപകനെ പറ്റി പറഞ്ഞ സാക്ഷ്യമാ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനെ പോലെ വലിയവൻ ഒരുത്തനും എഴുന്നേറ്റിട്ടില്ല. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് യോഹന്നാൻ വലിയവനായെന്ന്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിലൊരു ആഗ്രഹമുണ്ട്, വലിയവനാകണം ഇല്ലേ? ഉണ്ട്. വീട്ടിൽ നമുക്ക് വീട്ടിലെ ഒന്നാമത്തെ ആളാകണമെന്ന, സഭയിൽ വന്നാലും നമുക്ക് സഭയിലെ ഒന്നാമത്തെ ആൾ വലിയവൻ, കൺവെൻഷന് വന്നാലും നമുക്കതിലെ ഒന്നാമത്തെ ആളാണ്, ഡിസ്ട്രിക്റ്റിൻ്റെതാണെങ്കിലും ഒന്നാ, എല്ലായിടത്തും നമുക്ക് ഒന്നാമനാകണം. നല്ല ഉദ്ദേശത്തോടാന്നേ കുഴപ്പമില്ല. എന്നാൽ വലിയവനാകണമെങ്കിൽ ഒറ്റ രാത്രി കൊണ്ടോ ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നേരം കൊണ്ടല്ലേ വലിയവനാക്കുന്നത്. അതിൻ്റെ മുമ്പിൽ ഒത്തിരി അധ്വാനമുണ്ട്, ഒത്തിരി ബദ്ധപ്പാടുണ്ട്. ആരും അറിയാത്ത പല മേഖലകളിൽ കൂടി നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങനെ നമുക്കൊന്ന് ചിന്തിക്കാം, യോഹന്നാൻ എന്തുകൊണ്ടാണ് വലിയവനായത്? യോഹന്നാൻ സ്നാപകൻ. അതിലെ പ്രാരംഭമായിട്ട് യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ കാരണം ഒന്ന്, ഇങ്ങേരെ ദൈവം അയച്ചതാ. ദൈവം അയച്ചത്. നിങ്ങൾ വാക്യമല്ലെങ്കിലും ഒന്ന് വായിച്ചോ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെടുത്ത് വായിച്ചാട്ടെ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. മതി. അപ്പൊ യോഹന്നാൻ വലിയവനാകാൻ ഒന്നാമത്തെ കാരണം ദൈവം അയച്ചിട്ട് വന്നതാ. ഈ ദൈവം ഉറങ്ങാന്നോ എന്നാ മോനെ? ഒരു ചെറിയ പ്രയാസം പോലെ. ഒരു തണുപ്പൊക്കെ ആയപ്പം കുഞ്ഞിന് അവനും അങ്ങ് കുഴഞ്ഞു. ആദ്യം മുതൽ 5:30 തുടങ്ങിയതാണോ? 5 മണിക്ക്. അതാ പിന്നെ അവരും പിള്ളേർ. അപ്പോൾ യോഹന്നാൻ വലിയവനാകാൻ ഒന്ന് ദൈവം അയച്ചിട്ടാ വന്നേ. പിണങ്ങരുത്.
ഈ ദൈവം അയച്ചവനെ കണ്ടാൽ അറിയാം. അതെ, യോഹന്നാനെ നോക്കിക്കേ, എല്ലാരിൽ നിന്നും വ്യത്യസ്തനല്ലേ? ഒട്ടകരോമോ ഉറക്കെ പറഞ്ഞു, ശരിയാ, പോൽവാർ. തൻ്റെ അപ്പനും പഴയ കുടുംബക്കാരെല്ലാം നീളക്കുപ്പായി വിട്ടുകൊണ്ട് നടക്കുക ഇല്ലേ? ഞാൻ അങ്ങ് തുറന്നങ്ങ് പറയാം, നീളക്കുപ്പായോ നെലിയെങ്കിൽ നടുക്കെട്ട് ഏപോതും മാർപ്പതക്കവും ഒക്കെ വെച്ച് കണ്ടാൽ നമ്മൾ ചുമ്മാ നിന്നാലും വല്യപ്പനെയൊക്കെ കണ്ടാലേ. പക്ഷെ യോഹന്നാൻ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാ. അതെന്നാ? ദൈവം അയച്ചതാ. മറ്റവരോ അതൊക്കെ സഭ അയച്ച ആൾക്കാരാ. സെൻട്രയിൽ നിന്ന് അയച്ചവരും കേന്ദ്രത്തിൽ നിന്ന് അയച്ചവരും ഹെഡ് ഓഫീസിൽ നിന്ന് ഒന്നും അറിയാൻ മേല. പണ്ട് സാഹിബ് ഇവിടെ വന്ന സമയത്ത് പറഞ്ഞു, ആട്ടെ എല്ലാവർക്കും ഈ സഹായമൊക്കെ ചെയ്യുന്ന അവിടെ കൂടെയുള്ളവർക്ക് സാഹിബിൻ്റെ വേലക്കാരെല്ലാം എഴുന്നേക്കാൻ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റു. എല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തു. സാഹിബ് ബുദ്ധിമാന. സാഹിബ് പറഞ്ഞു, ആട്ടെ ഇനി ദൈവത്തിൻ്റെ വേലക്കാരെഴുന്നേക്കാൻ പറഞ്ഞു. ഒരാൾ എഴുന്നേറ്റു. ഇനി വരാൻ പറഞ്ഞു. നിന്നെ ഞാൻ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞു. മറ്റേതെല്ലാം സാഹിബിൻ്റെ ഒന്നും മനസ്സിലാകുന്നില്ല. സാഹിബിൻ്റെ വേലക്കാർക്കെല്ലാം പുള്ളി കൊടുത്ത ദൈവത്തിൻ്റെ വേല പുള്ളിയെ കൊണ്ട് സാഹിബ് അങ്ങ് പോയി. അന്നേരം മറ്റുള്ളവർക്ക് അബദ്ധമാണല്ലോ. അപ്പോൾ ദൈവം അയച്ചവനെ കണ്ടാൽ അറിയാം. അതിന് നമ്മൾ പ്രാർത്ഥിച്ച് നോക്കുവൊന്നും വേണ്ട. അവൻ്റെ വസ്ത്രധാരണം കാണുമ്പോൾ അറിയാം, ഇത് ദൈവം അയച്ച ആളാ. മാത്രമാണോ, സംസാരം കേൾക്കുമ്പോഴും അറിയാം. ജീവിത നിലവാരം കാണുമ്പോഴും അറിയാം ഇത് ദൈവം അയച്ചതാണോ ഇല്ലയോ എന്ന്. വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ യോഹന്നാൻ വലിയവനാകാൻ കാരണം ദൈവം അയച്ചതാണ്. മലാക്കിൽ അങ്ങനെയാണല്ലോ പറഞ്ഞു നിർത്തിയത്, ഞാൻ നിനക്ക് മുമ്പായിട്ട് ഒരു വ്യക്തിയെ അയക്കുമെന്ന, ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ഒരുവനെ അയക്കും. ഇത് ദൈവം അയച്ചു വന്നതാ. അപ്പൊ എൻ്റെ പ്രിയര്, വലിയവനാകണമെങ്കിൽ ദൈവം അയക്കണം. ദൈവം അയക്കണം. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ. ഞാൻ അധികം വിശദീകരണത്തിലോട്ട് പോകുന്നില്ല. ബഹുമാനപ്പെട്ട സാബു പാസ്റ്റർ സമയത്തിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പം ഞാനും അത് വളരെ യുക്തമായിട്ട് ഇന്ന് നിർത്തും. അദ്ദേഹം വളരെ ബുദ്ധിയോടാണ് പറഞ്ഞത്. അപ്പം ഞാനും അത് ബുദ്ധിയോടെ തന്നെ കൈകാര്യം ചെയ്യാനിരിക്കുക. ദൈവത്തിൻ്റെ മഹത്വം. അപ്പം യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ ശ്രദ്ധിച്ചു, നോട്ട് ചെയ്തു. ഒന്ന്, ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള വാക്യം. എല്ലാം മണ്ണാറത്തറക്കാരും ഇതൊന്നും പഠിപ്പിക്കേണ്ട, എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പം ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ നോക്കിയിരിക്കുക. പുള്ളി പറയുന്നത് ഒക്കുന്നുണ്ടോ തെറ്റുന്നുണ്ടോ, പിന്നെ അമ്മാമ ഒന്ന് കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് വന്നവരും ഉണ്ട്. അല്ലാതെ വചനം അറിയാൻ മേലാതൊന്നും വന്നതല്ല. എനിക്കൊരു വചനം അറിയാൻ മേല, എന്നാ ഒന്ന് കേൾക്കാം. അല്ല, പുള്ളി ഒന്ന് കാണണം. അത് നല്ല കാര്യം. എനിക്കും ഒന്ന് കാണണം. ആരാ അമ്മാമ ഏതാ? എനിക്കും ഒന്ന് എന്നെ കണ്ടേച്ചേ പോകാവുള്ള ആരാന്നേലും എനിക്കും കാണണം. ദൈവത്തിന് മകത്ത്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഈ മണ്ണാറത്തറ വലിയകാവർ ആന്തിക്കാരും ഒന്നും വചനം പഠിപ്പിക്കേണ്ട, എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അറിവുള്ള കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുക. യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ കാരണം ദൈവം അയച്ചു. എൻ്റെ പ്രിയരെ, ദൈവം നമ്മെ അയക്കണം. ഒരു ദേശത്ത് ദൈവം നിന്നെ അയക്കണം. ഒരു നാട്ടിലോട്ട് ദൈവം അയക്കണം. ഒരു ഭവനത്തിലോട്ട് ദൈവം അയക്കണം. ഒരു നാട്ടിലോട്ട് ദൈവം അയക്കണം. ദൈവം അയച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവം അയക്കാതെ പോകുന്ന ധാരാളം ആൾക്കാർ ഉണ്ട്. ഇപ്പം ഞാൻ പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാം. പിണങ്ങരുത്, നമ്മൾ ഉടകൊണ്ടാക്കി പിരിയരുത്. ഇപ്പോഴത്തെ ഈ സ്ഥലം മാറ്റ സഭ, ചർച്ച് ഓഫ് ഗോഡ്, IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഷാരോന്, കല്ലുമല, അങ്ങനെ ഉണ്ടല്ലോ വിവിധ TPM ഒഴിച്ചുള്ള സഭകൾ. സ്ഥലം മാറ്റത്തിൻ്റെ സമയത്ത് ഇപ്പം എല്ലാം അവർ തന്നങ്ങ് തീരുമാനിക്കുക. രണ്ട് പേരും ഞാൻ അങ്ങോട്ടാണ് വരുന്നത്, നീ അവർ തമ്മിൽ തീരുമാനിക്കുക. എന്നുവെച്ചാൽ കേന്ദ്രത്തിനോട് പറയും, അല്ലെ സെൻറ്ററിനോട് പറയും വരാം. പിന്നെ ചില പാസ്റ്റേഴ്സൊക്കെ
നേരത്തെ പോയി ഒന്ന് അന്വേഷിക്കും, അവിടെ എത്ര വീട്ടുകാരുണ്ടോ, ഉള്ളത് ഇച്ചിരി പിടിപ്പുള്ളതാണോ, നമുക്ക് പറ്റിയത് വല്ലോ ആണോ, പരുവക്കേടുകാർ വല്ലവരും ഉണ്ടോ, അല്ലേ അവിടെ ഇരിക്കുന്ന പുള്ളിയോട് ചോദിക്കുക എങ്ങനെ ഉണ്ട്. അപ്പം പണ്ട് ഉമ്മച്ചും എൻ്റെ കാലത്ത് പറഞ്ഞതുപോലെ മേശമേൽ എന്ത് വരും, ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത്. അത് കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോഴത്തെ രീതികളാണ് അങ്ങനെ ആയിപ്പോയി. അതിനിടയ്ക്ക് സെൻട്രൽ പാസ്റ്റർ പറയും, ആ ജോയിക്കുട്ടി ഇന്നോടത്ത് പറഞ്ഞു, ഞാൻ പോകത്തില്ലെന്ന് പറയും, ഞാൻ വേറെ എല്ലാം ക്രമീകരിച്ച് വരിക. അല്ല ജോയിക്കുട്ടി പോയേക്കുള്ളൂ, പോകും, ചുണയുണ്ടേ എന്നെ ഒന്ന്, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പം ചുണക്കുറവുള്ള സെൻട്രൽ പാസ്റ്റർ തന്നെ അതോടെ എല്ലാവർക്കും ഇപ്പോൾ ചുണ വന്നെന്ന് വരികയല്ല. അപ്പം പ്രശ്നമാണ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പം മാറ്റം നടക്കുന്നത്. മിക്കയിടത്തും നടത്തിപ്പുകാർ പറയുന്നത് അനുസരിച്ച് എല്ലാവരും ഒന്നും പോകാറില്ല ഇങ്ങനെ. എന്നിട്ട് ഇവർ ചെന്നേച്ച് പറയും, ദൈവം എന്നെ ഇങ്ങോട്ട്, ദൈവം ഈ കേസ് അറിഞ്ഞത് പോലും അല്ല, ഇതൊന്നും ദൈവം അറിഞ്ഞ കേസേ. ഓ, അതിനൊരു തെളിവ് വചനത്തിൽ നിന്ന് തരാം. വചനമാകുമ്പോൾ പിന്നെ ഉടക്കില്ലല്ലോ. ദാവീദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് അബ്ശാലോമിനെ രാജാവാക്കി അഭിഷേകം ചെയ്തു. എന്നിട്ട് ഇവർ പറഞ്ഞു, നമ്മുടെ രാജാവ് തണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ അബ്ശാലോം കുമാര ജയ ജയ ജയ. ഉടനെ സ്ഥാനാരോഹണം, അതിന് പ്രത്യേക കസേര, സിംഹാസനം, ആൾക്കാരെ എല്ലാം വിളിച്ചു വാട്സപ്പിനകത്ത്. അങ്ങനെയാണെന്നില്ല ഇപ്പോഴത്തെ സ്ഥാനാരോഹണം. ഉടനെ വന്നവരിലെ ആശംസ, എല്ലാം നല്ല കാര്യം. കുറേ നാളൊക്കെ പുള്ളി വലിയ മുടിയൂടാമന്നനായിട്ടൊക്കെ വിലസി. ഒടുവിൽ പരുവക്കേടായി. അബ്ശാലോമിൻ്റെ മരണം എങ്ങനെയാണെന്നറിയാം. നല്ല മുടി, ഒത്തിരി മുടിയുള്ള ആളാണ്. അടിതൊട്ട് മുടി വരെ ഒരു ഊനമില്ലെന്നാ 14:25 വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. 14:25 രാജാക്കന്മാർ, ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 14:25. അതിൻ്റെ ഇടത്ത് വശത്തെ താഴത്തെ കണ്ണിക പഴയ ബൈബിളാ, ഇപ്പൊ പുതിയതൊക്കെ ഒത്തിരി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലാ ഇസ്രായേലിലും സൗന്ദര്യം കൊണ്ട്, എന്നാൽ എല്ലാ ഇസ്രായേലിലും വെച്ച് സൗന്ദര്യം കൊണ്ട് അബ്ശാലോമിനോളം ശ്ലാഘ്യനായ ഒരുത്തനുമില്ല സൗന്ദര്യം കൊണ്ട്. അടുത്തത് അടിതൊട്ട് മുടി വരെ അവനൊരു ഊനവുമില്ല. അവൻ തന്റെ തലമുടി ആണ്ടുതോറും കത്രിപ്പിച്ചു കളയും. പിന്നെ അത് തനിക്ക് ഭാരമായിരിക്കാൻ അത്രേ കത്രിപ്പിച്ചത്. അത് രാജതൂക്കത്തിന്, അവനെ തലമുടി കത്തിരിച്ചാൽ രാജതൂക്കത്തിന് 200 ശേക്കൽ കാണും. അപ്പൊ ഇങ്ങനെ അടിതൊട്ട് മുടി വരെ ഊനമില്ലാത്ത മിടുമിടുക്കനും വളരെ ഫിഗറാ ഈ അബ്ശാലോം. പക്ഷേ ചാത്തത് എങ്ങനെയാണെന്നറിയാം. തിങ്ങി നിൽക്കുന്ന കരിവേലകത്തിന്റെ ഇടയിൽ കൂടെ കോവർക്കെടുത്ത് തെളിച്ചിങ്ങനെ ഓടിച്ചു. മുടിയെല്ലാം ഇങ്ങനെ വലിയ അങ്ങനെയാണെന്നല്ലോ, മുടിയിലൊക്കെ വിചിത്രമൊക്കെ കാണിച്ചു. ഇപ്പം ചില ആൾക്കാർ കണ്ടില്ല എന്തെല്ലാം കാണിച്ചു വെക്കുന്നത്. പണ്ടൊക്കെ ഇപ്പം പെണ്ണുങ്ങളായിരുന്നു. ഇപ്പം ആൺപിള്ളേർ മുടിക്കകത്ത് ഇച്ചിരി വാലിടുന്നു, ഇച്ചിരി അങ്ങോട്ടിടുന്നു, ഇടയ്ക്ക് പാട്ട് പാടുമ്പോഴൊക്കെ ഒരു തട്ട് വെക്കുക. എല്ലാവരുടെയും കാര്യമല്ല ഇപ്പം അങ്ങനെയൊക്കെ. ഇതൊന്നും പാസ്റ്റർമാർക്കോ വിളിക്കുന്നവർക്കൊന്നും പറയാനും ഒക്കെ ഇപ്പം എല്ലാം സംഘടനയല്ലേ, ഉടനെ ചേർന്നാ യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ഇവൻ ചെയ്തത് വൃത്തികേടാണോ യോഗ്യമല്ലെന്നല്ല, ഉടനെ പറഞ്ഞ് ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ അക്കളി ഈ കളി, അങ്ങനെ അതോ എല്ലാം ഗ്രൂപ്പീസാണ്. എനിക്ക് പിന്നെ ഇതൊന്നും വിഷയമല്ല, പോടാ അതിൻ്റെ പാട്ടിന് പോകാൻ പറയും, അത് വേറെ വിഷയം. മുടിയിലൊത്തിരി വിചിത്രമൊക്കെയായി കാണിക്കുന്നത്. ഇവൻ കണ്ടമാനം ഇതിനെ അങ്ങ് സ്നേഹിക്കുക. ഒടുവിൽ മുടിയിൽ തന്നെ ദൈവം അങ്ങ് തൂക്കി. അവിടെ വായിക്കുന്നത് തിങ്ങി നിൽക്കുന്ന കരിവേലകത്തിൻ്റെ ഇടയിൽ കൂടെ കോവർക്കെടുതെ തെളിച്ചിങ്ങനെ ഓടിച്ചു. ഓടി അങ്ങോട്ട് പോയപ്പോൾ അവൻ്റെ മുടി കരിവേലകത്തിലങ്ങ് കുരുങ്ങി കീഴെയുള്ള കോവർക്കെടുത ഓടിപ്പോയി. ഇങ്ങനെ തൂങ്ങി കിടക്കുക. അഴുത അങ്ങ് പോയി. അഴുത പറഞ്ഞ് അവിടെ കിടന്ന് ആടരാന്ന് പറഞ്ഞേച്ച് അഴുത അന്നില്ല അതിന് ബോധമുണ്ടെന്നുള്ളതാണ്. വേറെ നമ്മൾ വല്ല എന്നൊക്കെയോ എൻ്റെ അച്ചായൻ തൂങ്ങി, ഞാനും വന്നാ കഴുതയ്ക്ക് മനസ്സിലായി ദൈവം തൂക്കിയതായി. ഇവൻ കാലമെല്ലാം എൻ്റെ മണ്ടേ കയറിയിരുന്ന ഈ നാശക്കൊള്ളി ഒപ്പിച്ച് ഇവനെ ദൈവം തൂക്കിയല്ലോ ഒന്ന്. അവനവിടെ കിടന്ന് തൂങ്ങി, അവൻ കിടന്ന് ഇങ്ങനെ മുടി തൂങ്ങി കിടന്ന് ആടുക. നമ്മൾ പറയും പ്രൈസ് ആൻഡ് വർഷിപ്പാന്ന്. നമ്മളെ പുതിയ വർഷിപ്പിൻ്റെ മെത്തേഡാന്ന് പറഞ്ഞു. ഞാൻ കിടന്ന് ആടി. അങ്ങനെ ജനം ഓടി വന്ന് യോവാബിനോട് പറഞ്ഞു, അബ്ശാലോം മുടി ഉരുങ്ങി കിടന്ന് ആടുക എന്ന് പറഞ്ഞു. അപ്പം അബ്ശാലോം യോവാബ് പറഞ്ഞ അടിച്ചവനെ തകർക്കാൻ മേലാണ്. എൻ്റെ അവനെ തീർക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല,
നമ്മൾ ഇറങ്ങിയപ്പോഴേ അവൻ്റെ അപ്പൻ ദാവീദ് നമ്മളോട് പറഞ്ഞത്, എന്നെ ഓർത്ത് അബ്ശാലോം കുമാരനോട് കനിവ് തോന്നണമെന്ന്. അതാ പറഞ്ഞ്, എന്നെ ഓർത്ത്. അപ്പനെ കൊല്ലാൻ ഇറങ്ങിയവനാ, എന്നിട്ടും അപ്പൻ്റെ ഹൃദയം കണ്ടോ. ഇങ്ങനെ ഒരു അപ്പനാ നമുക്ക് സ്വർഗത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ആയുസോടിരിക്കുന്നത്. എന്നെ ഓർത്ത് അവനോട് കനിവ് തോന്നണം. സ്തോത്രം. ദൈവത്തിന് നമ്മളോട് കനിവുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഇരിക്കുന്നത്. നമുക്ക് ആയുസ് ലഭിച്ചത്, ആരോഗ്യം ലഭിച്ചത്. അതുകൊണ്ട് ജനം പറഞ്ഞു, ദാവീദ് ഇറങ്ങിയപ്പോഴേ പറഞ്ഞത് കനിവ് തോന്നണം, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്ത. അപ്പം യോബാ പറഞ്ഞു, എനിക്കിപ്പോൾ അങ്ങനെ വലിയ കനിവൊന്നുമില്ലെന്ന് പറഞ്ഞു. യോബാബ് 10 പേരുമായിട്ട് കുന്തമൊക്കെ എടുത്ത് അവിടെ ചെന്ന് കരുവേലകത്തിൽ മുടി ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ആടനെ അബ്ശാലോമിൻ്റെ പള്ളയ്ക്ക് 3 കുന്തം കുത്തിക്കിടത്തി 10 പേര് വട്ടം കൂടി പട്ടിയെ തല്ലും പോലെ ഇവനെ തല്ലിക്കൊന്ന് എബ്രീമിനത്തിലെ ഒരു കുഴിക്കകത്തവനെ തട്ടി. തീർന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അബ്ശാലോം എന്നാ മോനെ ഇത് പൊട്ടുപൊട്ടുവാന്ന് പൊട്ടുന്നല്ലോ, ഒന്ന് മഴയുടെ ആണോ അവിടെ വല്ലതും എന്തായാലും. അപ്പോൾ ജനമെല്ലാം കൂടെ പറയുന്നൊരു പദമുണ്ട് അബ്ശാലോം മരിച്ചപ്പോൾ. ഇങ്ങനെ ആ പദം അത് പറയാനായി വന്നേ, നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്ത, നാം തിരഞ്ഞെടുത്ത അബ്ശാലോം പടയിൽ പട്ടെന്ന്. ആ വാക്യം ഒന്ന് വായിച്ചേ. ശമൂവേലിൻ്റെ, ഞാനിതൊന്നും പറയാൻ വന്നതല്ല, ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 19:10 വായിച്ചേ. അതാന്ന് തോന്നുന്നു, അതാന്നോ നോക്കിയേ മനെ. അത് തന്നെ വായിര്. നാം അഭിഷേകം ചെയ്തിരുന്ന അബ്ശാലോമോ. ഒന്നുകൂടെ വായിച്ചേ, നന്നായിട്ട് അങ്ങോട്ട് വായിച്ചേ. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അബ്ശാലോമോ പടയിൽ പട്ടുപോയി. അങ്ങനെ നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത്. ദൈവം അഭിഷേകം ചെയ്യണം. ദൈവം അഭിഷേകം ചെയ്തവനാ ദാവീദ്. ഇശായിയോട് പറഞ്ഞ് തൈലക്കൊമ്പി തൈലം നിറച്ച് ശൗമേലിനോട് പറഞ്ഞ് തൈലക്കൊമ്പി തൈലം നിറച്ച് ഇശായിയുടെ വീട്ടിൽ ബേത്ലഹേമിലോട്ട് ചെല്ല്, അവൻ്റെ പിള്ളേരിലോട്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വണ്ണവും പൊക്കവും ഉയരവും ഒന്നും നോക്കരുത്, ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട്. 6-7 നല്ല കലാവിലി പോലെ ലെഫ്റ്റ് റൈറ്റ് വെച്ച് എല്ലാം മിലിറ്ററി എക്സ്റേ എല്ലാം വന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇതൊക്കെ ഈ ടൈയും കോട്ടിൻ്റെ പച്ചയേ ഉള്ളു, ചൂടുമൊക്കെ ഉള്ളു, നെഞ്ചുപിരിവൊക്കെ ഉണ്ട്, പക്ഷേ ശുശ്രൂഷയ്ക്ക് ഒന്നും ഇതിനെ ഫോട്ടോയ്ക്ക് നോട്ടീസിലൊക്കെ ഫോട്ടോ വെക്കാൻ കൊള്ളാം, ആ ഇരിപ്പൊക്കെ നല്ല ശുശ്രൂഷയ്ക്കൊന്നും. അതുകൊണ്ടാണ് ശൗമേൽ ചെന്നിൻ്റെ പിള്ളേരെല്ലാവരും ആയോ എന്ന് ചോദിച്ചു. അച്ഛാ എല്ലാം ആയി, എല്ലാവരും. ഒരുത്തനുണ്ട് അവനെ, ആരാ? അത് ഡേവിഡാ, അവന് എന്ത് ചെയ്യണേ? അവനെ ആടിനെ മൊശട്ട് മണമാച്ച കൂട്ടത്തിലൊന്ന് വരുത്താൻ ഒരു വല്ലാത്ത മണമൊക്കെ. അപ്പം ശൗമേൽ പറഞ്ഞു, അവൻ വന്നല്ലാതെ ഞാൻ പന്തിക്ക് ഇരിക്കുകയില്ല. നിർവാഹമില്ലാതെ വിളിച്ചു വരുത്തിയത്. ദൂരെ നിന്ന് വന്നപ്പോഴേ എൻ്റെ ഭാവനയാ തൈലക്കൊമ്പും തൈലവും കൂടെ പറക്കാൻ തുടങ്ങി. ശൗമേലിനോട് പറഞ്ഞാ വരുന്നവനാന്ന് പറഞ്ഞാ അവനാ ദൈവത്തിന് മകത്. മറ്റേതൊക്കെ പേറാ ലവലിയൊക്കെ തേച്ച് ഫേസ്ബുക്ക് പിന്നെ എന്തോ ഈ മുഖമൊക്കെ ചെയ്യുന്നതന്നെ പറയുന്നല്ലോ. എനിക്ക് ഇംഗ്ലീഷ് ഭാഷ ഇല്ല. ആയിക്കോട്ടെ, അത് ആയിക്കോട്ടെ, ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഇതുമെല്ലാം ചെയ്ത് ലിപ്റ്റിക്കുമൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ പഠിച്ച് അങ്ങനെയൊക്കെ ആണെന്നല്ലോ ഇപ്പം പലരും പാസ്റ്റർമാരും ഒക്കെ മിക്കവരും അങ്ങനെ. അതെ, സ്റ്റേജിൽ കാണുന്ന ആളല്ല വീട്ടിൽ ചെന്ന് കാണുമ്പോൾ. അല്ല വല്ല പ്രത്യേക അന്തരീക്ഷത്തിലൊക്കെ. അതുകൊണ്ട് ശരിക്കും ആരാധിക്കുമോ കൈയടിക്കുമോ ഒന്നും, കാരണം ഇത് വിയർത്ത് പോയാൽ ഇത് മുഴുവൻ. അതുകൊണ്ടെല്ലാം കൈയടിക്കണേ സായിബാബ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഒരെണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഇതിൽ ഒപ്പിച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. ദൈവത്തിന് മഹത്വം. ദാവീദ് ഇവിടെ നിന്ന് ഓർന്നപ്പോഴേ തൈലക്കൊമ്പും തൈലവും കയ്യും ഒക്കെ വരച്ച് ചെണ്ടാ വരുന്നവനാന്ന് പറഞ്ഞു. അവൻ്റെ വണ്ണവും പൊക്കവും ഒന്നും നോക്കണ്ട, അവൻ്റെ ശിരസിലോട്ടൊഴിക്കാൻ പറഞ്ഞു. ദൈവം തെരഞ്ഞെടുത്തു. ശൗലിനെ തെരഞ്ഞെടുത്തപ്പോഴും അങ്ങനെ ദൈവം പറഞ്ഞത്, യഹോവ തെരഞ്ഞെടുത്ത ഇവനെ നോക്കാൻ പറഞ്ഞു. പക്ഷെ അബ്ശാലോമിനെ ദൈവം തെരഞ്ഞെടുത്തതല്ല. ഏതാ? രാജാവായിട്ടേ. അവിടെ വായിക്കുന്നത് നമുക്ക് രാജാവായി. ദൈവദാസനെ ഒന്നുകൂടെ വായിച്ചേ. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്ത അബ്ശാലോമോ
പടയിൽ പട്ടുപോയി. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അബ്ശാലോമോ പടയിൽ പട്ടുപോയി. നമ്മളെല്ലാം കൂടെ ഒപ്പിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ കുഴപ്പടിയായത്. ഇന്നും അങ്ങനെ പറയുന്നത്. ഇവരെല്ലാം കൂടെ ഒപ്പിച്ചു പറയും ദൈവം എന്നെ ഇങ്ങോട്ട് വിട്ടതാണ്. ദൈവം രണ്ടാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ സ്വർഗത്തിൽ ഇരുന്ന് ചിരിക്കയുടെ ഞാൻ അറിഞ്ഞ കേസേ അല്ല. നീ എല്ലാം കൂടെ ഒപ്പിച്ചേച്ച് പിന്നെ ഈ വേല ദൈവത്തിൻ്റെ വേല ആയതുകൊണ്ട് ദൈവം അങ്ങ് ആട്ടെ, നമുക്ക് മടങ്ങി വരാം. അപ്പൊ യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ കാരണം ഒന്ന്, ദൈവം അയച്ചിട്ടാ വന്ന്. ഈ ദൈവം അയച്ചവർക്ക് അവർക്ക് തന്നെ ഒരു ഉറപ്പുണ്ട്, എന്നെ ദൈവം അയച്ചതാണ്, ദൈവം അയച്ചതാണ്, അവർക്ക് ഉറപ്പുണ്ട്. ലോകം മുഴുവൻ പറയുക ആമേൻ നീ തോക്കുമെന്ന് പറഞ്ഞാലും ദൈവം അയച്ചോ പറയും എന്നെ ദൈവമായി ഇങ്ങോട്ട് അയച്ചത്. എന്നെ അയച്ചതിന്റെ കാര്യം നിവർത്തിക്കാറ് ദൈവം ഇവിടുന്ന് മാറ്റത്തില്ല. ചിലപ്പോൾ പറയും നീ മരിച്ചു പോകും, മുടിഞ്ഞു പോകും, തകർന്നു പോകും. ഇല്ല, നീ പറയണം എൻ്റെ ദൈവം എന്നെ ഇങ്ങോട്ട് വിട്ടതാ, എൻ്റെ ദൈവം എന്നോട് ചില കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് നിവർത്തിക്കാറ് ദൈവം എന്നെ ഇവിടുന്ന് മാറ്റപ്പെടത്തില്ല. നിന്റെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ നീ വിശ്വാസത്തോടെ പറയണം അവർ രക്ഷിക്കപ്പെടാതെ ദൈവം എന്നെ മാറ്റുകയല്ല, അവരെൻ്റെ കൂടെ ദൈവത്തെ ആരാധിക്കാതെ ആമന് മാറ്റത്തില്ല ദൈവം. അത് ദൈവം അയച്ചെന്നൊരു ഉറപ്പുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആട്ടെ, മുമ്പോട്ട് പോകാം. ദൈവത്തിന് മഹത്വം. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ കാരണം ഒന്ന്, ദൈവം അയച്ചിട്ട്. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. രണ്ട്, യോഹന്നാൻ സ്നാപകൻ വലിയവനാകാനുള്ള രണ്ടാമത്, എല്ലാം നിങ്ങൾക്ക് അറിവുള്ള വാക്യമാണ്, ഞാൻ അങ്ങ് പറയുന്നതേ ഉള്ളൂ. രണ്ട് എടുത്ത് വായിപ്പിക്കണ്ട, നിങ്ങൾക്കറിയാമല്ലോ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആത്മാവിലായവന, അമ്മയുടെ ഉദരത്തിൽ വെച്ച് മറിയയുടെ വന്ദനം. ഒന്ന് പറ. ഓ, ഞാൻ ഓർത്ത് സഹോദരിമാരെങ്കിലും ആ ഭാഗം അറിഞ്ഞു പറയുവന്ന. എന്തുവാ മറിയയുടെ വന്ദനം എലീസബത്ത് കേട്ടപ്പം? അതാ, നല്ല വന്ദനവും നല്ല പിള്ളി എല്ലാം നല്ലതാ. ചിലരുടെ വന്ദനം കേട്ട കൊച്ച് അതിനകത്ത് കിടന്ന് ചാകും, അത്ര വന്ദനവാ. ചില വരുമ്പോൾ തന്നെയും ചിലക്ക് പേടി, അയ്യോ വയ്യാവേലി വരുന്നെൻ്റെ ദൈവമേ. കാരണം എന്തേലും ദോഷം ഒപ്പിച്ചോണ്ടാ. ഞങ്ങൾക്ക് ഒരു അമ്മയുണ്ട്, അപ്പം നാട്ടുകാർ ഇവരെ കാണും, എൻ്റെ ദൈവമേ വൈതരണി പെണ്ണമ്മ വരുന്നെന്ന്. വൈതരണി എന്നുള്ളത് ഒരു നരകത്തിൻ്റെ പേരാണ് ഹൈന്ദവ പുരാണത്തിൽ. വൈതരണി പല നരകമുണ്ട്. താമിശ്രം, അന്തതാമിശ്രം, വൈതരണി, കുംഭീഭാഗം, ഭൂയോദകം, അസിപത്രം, ഇതെല്ലാം ഓരോ നരകങ്ങൾ. അതിലൊരു നരകമാണ് വൈതരണി. അപ്പം ഇവരെ ഒരു നരകമാണെന്നാ പറയുന്നത്. അതിനാ അയ്യോ വൈതരണി പെണ്ണമ്മ വരുന്നുണ്ടല്ലോ ദൈവമേ. അപ്പോഴേ ആൾക്കാർ ഒന്നും മിണ്ടരുതേ. ഞങ്ങളുടെ സഭയിൽ ഒരമ്മ വരും, അന്നാര് സഹോദരിമാർ ഒന്നും മിണ്ടരുതേ, മിണ്ടരുതേ, തല കയറി അങ്ങ് എട്ടയും. അല്ലെങ്കിൽ ഇതാരാന്നോ എന്തുവാന്നോ ഒരു വെളിവും ബോധമെന്ന് പറയുന്നത്. ഇത് കടയിൽ കിട്ടുന്നതാണെ ഞാൻ ആഴ്ച 1 കിലോ വെച്ച് മേടിച്ച് കൊടുത്തേന്. ഇത് കിട്ടത്തുമില്ല. പിന്നെ ഞാനിരുന്ന് പ്രാർത്ഥിക്കും. അവർക്ക് ആരോട് എന്നാ പറയണേ എന്തോ പറയണമെന്നോ അറിയത്തില്ല. അതുകൊണ്ട് ആൾക്കാർ മിണ്ടരുതേ. ഈയിടെ 2-3 പേര് അവരുമായിട്ടൊരു സ്ഥലത്ത് പോയപ്പം വേറൊരാൾ പറഞ്ഞു ഒന്നും മിണ്ടരുതേ. അപ്പോൾ ഞാൻ ഇന്നലെ കേട്ട് അവിടെ കിടന്ന് ഡോക്ടറുമായിട്ട് ബഹളമായിരുന്നെന്ന്. എൻ്റെ ദൈവമേ, അങ്ങനത്തെ പ്രശ്നക്കാരുണ്ട്. പക്ഷെ മറിയയുടെ വന്ദനം എലീശബത്ത് കേട്ടപ്പോൾ, മോനെ എടുത്തെങ്കിൽ വായിക്കും മോനെ. മറിയയുടെ വന്ദനം എലീശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. ആത്മാവിലാന്നേ. ഞാൻ ബഹുമാന്യ സഹോദരിമാരോട് പറയാം, നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പം വീടിന് വിടുതലായിരിക്കണം. നിങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് എന്നാൽ ആ ഭവനത്തിന്റെ വിഷയത്തിന് വിടുതലായിരിക്കണം. നിങ്ങളൊരു സഹോദരിക്ക് കൈ കൊടുക്കുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കണം. പറയണം, അയ്യോ അമ്മാമ്മ ഈ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചത് വിടുതലായിരുന്നു, ആ സഹോദരി ഞങ്ങളുടെ വീട്ടിൽ വന്നത് തന്നെ അനുഗ്രഹമായിരുന്നു, അയ്യോ അവർ 10 മിനിറ്റേ ഇരുന്നുള്ളൂ, പക്ഷേ നല്ല വചനമൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല ബലമായിരുന്നു. ഞാൻ വളരെ മനപ്രയാസത്തോടായിരുന്നു, പക്ഷേ ആ ദൈവദാസി വന്നതിന് ശേഷം ആ പ്രശ്നത്തിന് അങ്ങനെ ചെല്ലിനെപ്പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അനുഭവമുണ്ട്. വലിയ പ്രശ്നങ്ങളുമായിട്ടാണ് ചിലരുടെ കൊണ്ട് നമ്മൾ ചെല്ലുന്നത്. അവർ നമ്മളെ കാണുമ്പോഴേ ചിരിച്ച് കൈ തന്ന് സ്തോത്രം പറഞ്ഞ് നമ്മൾ വലിയ വിഷയമായിട്ട് ചെല്ലുമ്പോൾ വേറൊരു ഇതാക്കി അവർ
പ്രാർത്ഥിച്ചതിനുമേ ജയം കൊടുക്കുക. അങ്ങനെ ആയിരിക്കണം കേട്ടോ. സ്തോത്രം. നിങ്ങളെ കാണുമ്പം, നിങ്ങൾ ചെല്ലുമ്പം, അല്ലാതെ വരുന്നുണ്ട് എടി ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു തരും, എങ്ങനെയും പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്ക്. ചുമ്മാ ഇവിടെ ഇരുത്തരുത് കേട്ടോ, തള്ളയപ്പോൾ വന്നാലും നുണയും കൊതിയായിട്ട് അങ്ങനെ പറയിപ്പിക്കരുത്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇത് തണുപ്പം പിടിച്ചതൊക്കെ മനസ്സിലാക്കിയേ പോകാവൂ. ബഹളമൊന്നും ഉണ്ടാകില്ല, ഇതെല്ലാം മനസ്സിലാക്കുക. സഹോദരന്മാർ, നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ വീടിൻ്റെ അനുഗ്രഹമായിരിക്കണം, ഒരു വിടുതലായിരിക്കണം. ചിലർ പ്രശ്നമായിട്ടാണ് വരുന്ന വീട്ടിലോട്ട്. എനിക്ക് അറിയാവുന്നൊരു സഹോദരനുണ്ട്, അവനെന്നും വരുമ്പോഴേ പ്രശ്നമായിട്ടാണ്. അറിഞ്ഞോ അപ്പോഴേ മനസ്സിലായി ഇവൻ ഇങ്ങനത്തെ കേസുമായിട്ടേ ഇവൻ വരുവള. ഒറ്റ നല്ല കാര്യം അവൻ്റെ നാവിന്ന് അവൻ്റെ പൊന്നുനാവ് വളച്ച ഒരു നല്ല കാര്യം ഇവൻ എല്ലാം കുരുക്ക് വിഷയങ്ങളാണ്. ഞാൻ പിന്നെ ഇത് മൈൻഡ് ചെയ്യത്തില്ല. കുറച്ച് നാളായപ്പോൾ പിന്നെ അവൻ അങ്ങനത്തെ കേസുമായിട്ട് വരികയില്ല. നല്ല കാര്യം പറയണം, നല്ല കാര്യം. കേൾക്കുന്നവർക്ക് ആത്മീക വർധന, കേൾക്കുന്നവർക്ക് കൃപയുണ്ടാകണം. നിന്നെ കേൾക്കുന്നവർക്ക് ഒന്നുകൂടെ ചൈതന്യം ഉണ്ടാകണം. നിന്നെ കേൾക്കുന്ന നമ്മളോട് സംസാരിക്കുന്നവർ പിന്നീട് പറയണം, എൻ്റെ ദൈവമേ കുറച്ച് നേരം കൂടെ സംസാരിച്ചിരുന്നേ നല്ലതായിരുന്നെന്ന് പറയണം. അല്ലാതെ ചെല്ലുമായിട്ട് അയ്യോ വയ്യാവില്ല നിർത്തുന്നുമില്ല എനിക്ക് പോകും മെനക്കേടായി. നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ശ്രദ്ധിക്കുന്ന ഓർത്തോണം നിൻ്റെ സംസാരം താല്പര്യമില്ല, അന്നേരം നിർത്തിയേക്കണം. അതെ, ഈ മറിയയുടെ വന്ദനം എലീസബത്ത് കേട്ടപ്പോൾ അപ്പം അമ്മയുടെ ഉദരത്ത് വെച്ച് ആത്മാവിലായവന ഗർഭത്തിൽ തുള്ളി എന്നാ എഴുതിയേക്കുന്നല്ലേ? അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നമ്മളെപ്പറ്റി ചെല്ലുമ്പോൾ തുള്ളക്കാരായിരുന്നെന്ന. ഞാൻ പണ്ട് ആലപ്പുഴയിലൊരു വീട്ടിൽ പോകുമായിരുന്നു. അതായത് അവിടുത്തെ വീട്ടിലെ പിതാവ് SI ആയിരുന്നു, അല്ലൈ സാർ മരിച്ചുപോയി. ചർച്ചക്കോടിലെ ഒരു ദൈവദാസനും കൂടായിരുന്നു അദ്ദേഹം. ഗവൺമെൻറ് സർവീസ് SI ആയിട്ട് റിട്ടയർഡായി സുവിശേഷ വേലയും ചെയ്യുമായിരുന്നു. അപ്പം രാജൻ പാസ്റ്റർക്ക് അറിയാമല്ലോ, നമ്മുടെ അല്ലൈ സാർ. അദ്ദേഹത്തിൻ്റെ മകനായിപ്പം ഗൾഫിലാണ്, ഡേവിഡ് പാസ്റ്റർ, ജോയ്മോനെന്ന് ഞങ്ങൾ പറയും. ഒരു മോളുണ്ട്, മോള് ഡെയ്സിയെ കെട്ടിച്ചെന്ന് പത്തനംതിട്ട വെട്ടിപ്പുറത്തെ ബേവിച്ചനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ വീടുമൊക്കെ ആയിട്ട് വളരെ അടുപ്പമാണ്. അല്ലൈ സാറിൻ്റെ അനിയനുണ്ടായിരുന്നു ബെഞ്ചമിൻ ചായൻ, അദ്ദേഹം മരിച്ചുപോയി. വലിയ ബിസിനസ്സുകാരനുമൊക്കെ ആയിരുന്നു അവിടെ കലവൂര്. അപ്പം അല്ലൈ സാറിൻ്റെ വീട്ടിൽ ഞാൻ മിക്കപ്പോഴും ചെല്ലും. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്, സാറുമൊക്കെ ഉള്ളപ്പോഴാണ്. അപ്പോൾ അന്ന് ആലപ്പുഴ ഓമനപ്പുഴയിലൊരു സഭയുണ്ട്. ആ സഭയുടെ ശുശ്രൂഷയും കൂടെ ഞാൻ ചെയ്യുക. അപ്പോൾ ശനിയാഴ്ച അങ്ങ് ചെല്ലും, ചിലപ്പം വെള്ളിയാഴ്ച ചെല്ലും. അല്ലൈ സാറിൻ്റെ വീട്ടിൽ ജയ്മോനും ഞാനും കൂട്ടുകാരുമാണ്. അപ്പം വെള്ളിയും ശനിയൊക്കെ അവിടെ പാർത്ത് ഞായറാഴ്ച അവിടോട്ട് പോയി സഭായോഗം നടത്തും. അപ്പം ഞാനിവിടെ ചെല്ലുമ്പം ഞങ്ങളെല്ലാം സന്ധ്യയ്ക്ക് ഇരുന്ന് പാട്ട് പാടുകയും ആത്മാവിലാവുകയും ചെയ്യും. അപ്പോൾ അല്ലൈ സാറിൻ്റെ ഒരു കൊച്ചമ്മയുണ്ട് ചേർന്ന് താമസിക്കുന്നത്, ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ എല്ലാവരും ചിറ്റയെന്നാണ് വിളിക്കുന്നത്. നല്ലൊരു അമ്മയാണ്, ഒറ്റയ്ക്കൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായ ചില പിടിവാശിയൊക്കെ ഉണ്ട്. അപ്പം ഞാനെപ്പോൾ ചെന്നാലും എനിക്കൊരു മുറിയുണ്ട്, ഞാനിവിടെ നിന്ന് പാട്ട് പാടി ആത്മാവിലങ്ങോട്ട് നിറയും. അപ്പോൾ ഈ ചിറ്റ പിന്നെ മുറിയുടെ സൈഡിൽ കൂടെ ഒരു ജനലുണ്ട്. അപ്പോൾ എപ്പോൾ ഇങ്ങനെ ചിറ്റ ഇങ്ങനെ പോയാലും ഞാൻ അതിനകത്തിരുന്ന് ആത്മാവിൽ ഇങ്ങനെ നിറയുക. അപ്പം അത് പലപ്പോഴും കണ്ടു. പിന്നീട് ഞാൻ ചെല്ലുമ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞു, തുള്ളക്കാരൻ വരുന്നുണ്ട്. ഉണ്ടോ? എനിക്കിട്ട പേരാ തുള്ളക്കാരൻ. മരിക്കുന്നത് വരെ തള്ള അങ്ങനെ പറയുള്ളായിരുന്നു. തുള്ളക്കാരൻ അവരുടെ ആലപ്പുഴ തുള്ളക്കാരൻ വന്നു, തുള്ളക്കാരൻ എന്നാ. അല്ല അത് ശരി ആയെന്നാ, ഞാൻ തുള്ളുന്നുണ്ട്. അതുകൊണ്ട് എന്നെ അപ്പുറത്തെ അച്ചായനെ തുള്ളക്കാരൻ എന്ന് വിളിക്കാഞ്ഞേ. ഇപ്പം നമ്മുടെ ഇടയിൽ തുള്ളക്കാരില്ല, തുള്ളിപ്പിക്കുന്നവരാ. സ്തുതിച്ചാട്ടെ, പുള്ളി അനങ്ങത്തില്ല. ഒരിക്കൽ കൂടെ നാളൊരാൾ ചോദിച്ചു, നിങ്ങൾ എന്നാ സ്തുതിക്കാത്ത? ഈ പുള്ളി ഒട്ടും തുതിക്കുന്നവനല്ല. അയാൾ വാർതാനിരിക്കും പോലെ ഇരിക്കുക. നിങ്ങളെല്ലാം ഇളകിക്കോണം, ഞാനിങ്ങനെ അങ്ങനല്ല. ദൈവത്തെ ആരാധിക്കുമ്പോൾ അയ്മേനിയെന്നോ തിരുമേനിയെന്നോ ഓവർസിയറെന്നോ സൂപ്രണ്ടെന്നോ പ്രസിഡൻ്റെന്നോ സെക്രട്ടറി എന്നോ ഖജാൻജി എന്നൊന്നുമില്ല. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ.
അപ്പോൾ യോഹന്നാൻ വലിയവനാകാൻ ഒന്ന് ദൈവം അയച്ചിട്ട് ഇങ്ങോട്ട് വന്നതാ. രണ്ട്, അമ്മയുടെ ഉദരത്ത് വെച്ച തന്നെ ആത്മാവിൽ ബലപ്പെട്ടവനാ. ഈ മറിയ എലിസബത്തും ഒക്കെ എന്തോ നല്ല സഹോദരിമാരാ. ബത്തപ്പെട്ട് എന്നാ എഴുതിയേക്കുന്നത്, അങ്ങനല്ലേ ആ നാളുകളിൽ മറിയ? അങ്ങനല്ലേ മോനെ വായിച്ചേ? ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. ഒരു സഹോദരിയെ കാണാൻ എന്ത് ബത്തപ്പാടാ. ഇതൊക്കെ ആ കൂട്ടായ്മയുടെ ഒരു വശമാണ് കേട്ടോ. നമ്മുടെ സഭയിൽ ഒരാൾ സുഖമില്ലാതിരുന്നാൽ ബന്ധപ്പെട്ട് അവിടെ ചെല്ലണം. അപ്പോൾ ആ വീട്ടുകാരെ വിളിച്ച് ചോദിക്കണേ എന്തുവാ കഴിക്കുന്നത്. അപ്പോൾ അവർ പറയാം ഇന്നതൊക്കെയാണ് ഇഷ്ടം. ഒക്കെന്നെങ്കിലും ഉണ്ടെങ്കിൽ സാഹചര്യം ഉണ്ട് അതുകൂടെ ഒന്ന് കൊണ്ടുപോകുന്നത്. സഹോദരിമാരൊക്കെ പോകുമ്പോഴേ നല്ലതാണെന്നാണ് പറഞ്ഞത്. അവർ സുഖമില്ലാത്തപ്പോൾ ഒന്നും ചെല്ലുകയില്ല. അത് കഴിയുമ്പോൾ മണ്ണും പഴവും തിന്നാൻ ചെല്ലും. ജീവിച്ചിരിക്കുമ്പം പോകുകയില്ല. അന്നാരും അവിടെ നിന്ന് ഒരു കവറ് ഈടെ ഒരു തള്ള 3 കവർ അടിച്ച് മാറ്റുന്ന കണ്ട്. എന്നാൽ അവർ ജീവിച്ചിരുന്നപ്പോൾ ഒരു കവർ അവർക്ക് കൊണ്ട് കൊടുക്കുകയല്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടിയിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ചെമത്തേരിഞ്ഞോട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ 3-4 കവർ വായു. എന്നാ ഉള്ള കാര്യമായി പറയുന്നത് അല്ല, ഞാൻ നിർമ്മിച്ച കഥയൊന്നുമല്ല. ഇച്ചിരി ബന്ധപ്പാടൊക്കെ നല്ലതാണ് കേട്ടോ. ദൈവത്തിൻ്റെ മഹത്വം ആട്ടെ. നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ചിലരുടെ മുഖഭാവം മാറുന്നേതാ. ദാനിയേൽ 5 വായിക്കുന്നത് പോലെ അവൻ്റെ മുഖഭാവം മാറി. പിന്നെ അടുത്തത് ഇനിയും വരാതിരിക്കട്ടെ. എന്തുവാ മുഖഭാവം മാറിയപ്പോൾ പിന്നെ എന്തുവാ അടുത്തത്? അത് വരാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പം യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ ഒന്ന് ദൈവം അയച്ചിട്ട് വന്നു. 2 അമ്മയുടെ ഉദരത്ത് വെച്ച് ആത്മാവിലായവന്. 3 നല്ല ധൈര്യമുണ്ടായിരുന്നു. ഒരു വാക്യം വായിച്ചേ, മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ചേ. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ. ഇത് പരീശന്മാരോടും പരീശരും സദൂക്യരും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ. അയ്യോ എന്തോ ധൈര്യമാ. പരീശനും സാധൂക്യരും രണ്ടും ചില ഉപദേശ വിഷയത്തിൽ വ്യത്യസ്തരാ. ദൂതനുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് വിശ്വസിക്കും, പുനരുത്ഥാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഇല്ല. രണ്ടും നല്ല ചേരും പഠിക്കുക. യോഹന്നാൻ ഇതൊന്നും വിഷയമല്ല. രണ്ടിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഡോക്ടർ റവറൻറ്റ് സോയാൻ സോയ എന്നാണോ? നമ്മളാന്നേ പറയും നിതാന്ത ദിവ്യ വന്ധ്യ. യോഹന്നാൻ പറഞ്ഞ സർപ്പസന്തതിനെ വിളിച്ച് പാമ്പും കുഞ്ഞുങ്ങളെ. ഇതിനെയൊക്കെ ആരാ ഇങ്ങനെ ഉപദേശിക്കാൻ പഠിപ്പിച്ച്? നീ ജനത്തെ തെറ്റിക്കുകയല്ലേ. ഇപ്പൊ തന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിന് ഓടാലി വെച്ചിരിക്കുക. ജനത്തോട് കാര്യം തീർത്ത് പറയണ്ടേ? കാര്യം പറയണ്ടേ? യോഹന്നാനെ തീർത്ത് പറയാൻ കാര്യം അത് തൊടുവാക്യമല്ല. ദൈവം അയച്ചാ വന്നത്. ദൈവം അയച്ചവനതൊന്നും വിഷയമല്ല. സദൂക്യനാണോ, പരീശനാണോ, പ്രമാണിയാണോ, പട്ടാളക്കാരനാണോ, ഒന്നും വിഷയമല്ല. ലൂക്കോസ് 3:7 വായിച്ചേ മോനെ. എങ്ങനെയായിരുന്നു പുള്ളിയുടെ രീതി? പെട്ടെന്ന് വായിച്ചോ. അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ നിങ്ങൾക്ക് ഉപദേശം. മോനെ മൈക്ക് ഇങ്ങോട്ട് റോയിച്ചാൻ കൊടുക്കല്ലേ. മോൻ വായിക്കും, മൈക്ക് ഉടനെ കേൾക്കാനാ. വായിക്ക്. ലൂക്കോസ് 3:7, മത്തായി 3:7, യോഹന്നാൻ 17 വായിച്ചപ്പം ലൂക്കോസ് 3:7 വായിര്. പെട്ടെന്ന് വായിര്. മൈക്ക് കൊണ്ടൊന്ന് വായിപ്പിക്കുക. അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ. ആ പുരുഷാരത്തെ അങ്ങനെ തന്നെ വിളിച്ച് എന്ന് പറഞ്ഞ പുള്ളിക്ക് ഈ മുഖപക്ഷം ഒന്നുമില്ല. സദൂക്യരോട് വരാ പറഞ്ഞ്, പരീശനോട് വിതാ പറഞ്ഞ്, പുരുഷാരത്തോടും മുഖപക്ഷം ഒന്നുമില്ല. അതായി വലിയവനാകാൻ കാര്യം. സ്തോത്രം. ധൈര്യവും ഉണ്ട്, മുഖപക്ഷവും ഇല്ല. അവിടെ ഈ ചുങ്കക്കാർ വന്നെന്നുണ്ട്. ചുങ്കക്കാർ വന്നു. അവരോട് എന്നാ പറഞ്ഞേ? താഴോട്ട് വായിച്ചു വരുമ്പോൾ ചുങ്കക്കാരും ലൂക്കോസിൽ ഉണ്ടെന്ന്. ഇന്നലെയും വായിച്ചതാ ഞാൻ. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ
ആ, ചുങ്കക്കാരും വന്നെന്ന്. ചുങ്കക്കാർ ബാക്കി വന്ന് പറഞ്ഞ എത്രയാന്ന്? ആ വായിര്. ചുങ്കക്കാര് സ്നാനമേൽപ്പാൻ വന്നു. ആ മതി, വന്നെന്നാ. പട്ടാളക്കാർ വന്നു. വായിച്ചേ അടുത്തത്. പടജനവും അവനോട് അവരും വന്നു. അപ്പൊ പടജനം വന്നു, ചുങ്കക്കാര് വന്നു, പൊതുജനം എല്ലാം വന്നു, സദൂക്യരും വന്നു, പരീക്ഷ സകല എണ്ണ മുഖം നോക്കുന്നില്ല. എന്നാ സദൂക്യര് വന്നപ്പോ അച്ചായന് ഇവിടെ ഇരുന്ന അച്ചായനെ അല്ല ഞാൻ ഉദ്ദേശിച്ച. പരീക്ഷ വന്നപ്പോ പാപ്പച്ചന്റെ കാര്യമല്ല, ഞാൻ മറ്റവനിട്ട് ആ കൊടുത്ത കേട്ടോ. അല്ലല്ല, എല്ലാം ഊടുപാട കൊടുക്കുക. സദൂക്യരോടും പരീക്ഷന്മാരോട് പറഞ്ഞു, ആമൻ സ്വത സർപ്പസന്തതികളെ. ആരാ ഇങ്ങനെ ഉപദേശിച്ചത്? പുരുഷാരമെല്ലാം കൂടെ വന്നപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞത്, മാനസാന്തരപ്പെട്ടോണം. പടജനം വന്നപ്പോൾ പറഞ്ഞു, ആരെയും കയ്യേറ്റം ചെയ്യരുത് കേട്ടോ. നിനക്കൊരു തൊപ്പി കിട്ടി, ഒരു ലാത്ത് കിട്ടി, അല്ലെങ്കിൽ ഒരു അധികാരം കിട്ടി, ഇതിലൊക്കെ അധികാരമുള്ളവൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. ആ, പന്നം പിടിച്ച കസേര കയറി ഇരുന്ന് കഴിയുമ്പം, പണ്ട് സിനിമാ പാട്ടാന്നോ ഏതോ ഒരു പാട്ട് പാടി അത് വലിയ വിവാദമായി. കനകസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ചുംബനോ ശൂനകനോ അതൊക്കെ പാടി പിന്നെ വലിയ വിഷയം ഉണ്ടായി. പാടിയ പുള്ളിയേയും പാടിയതൊക്കെ ഒന്നും പൊതുവെ പറയാനൊക്കത്തില്ല, പഴയ ആൾക്കാർക്കറിയാം. ദൈവത്തിന് മഹത്വം. യോഹന്നാൻ തീർത്ത കാര്യം പറഞ്ഞേ. പടജനത്തോട് പറഞ്ഞു, ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് കേട്ടോ. ബലാത്കാരം ഒന്നും ചെയ്യരുത്. നിനക്ക് അധികാരമുണ്ട്. ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടത് IG, അതിനെന്നാ നിങ്ങൾക്ക് മാത്രമേ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഇന്നുകാരായ MLA ആയിക്കോട്ടെ, അതിനെന്നാ പുള്ളി എന്നെ കൊല്ലണോ? MLAയുടെ സ്ഥാനം നോക്കിക്കോട്ടെ. അത് വെച്ചോണ്ട് നീ കസറരുത്. ഞങ്ങളുടെ വീട് ഞങ്ങളുടെ രാജുവോ പറക, അതിനെന്നാ ചുമ്മാ അങ്ങ് കീർവാണം അടിക്കുക. ഞാൻ ഇന്നലെയും പിണറായിട്ടൊക്കെ പോയിട്ടാ വന്നെ, പൊക്കോ, അതിനെന്നാ. അത് വെച്ച് നീ വേണം ആള് കളിക്കരുത്. നരേന്ദ്രമോദി ഞാനും വളരെ അടുപ്പം, ആയിക്കോട്ടെ, മനുഷ്യനെ ഉപദ്രവിക്കരുത്. VD സതീശൻ എൻ്റെ അടുത്ത ആളാ, ആയിക്കോട്ടെന്നേ. അത് വെച്ച് നീ കോഴ്സ് ഇറക്കരുത്. ഇപ്പൊ എല്ലാ പാർട്ടിയുടെയും പറഞ്ഞില്ലേ, അത് മതി. ഇങ്ങനല്ലേ യോഹന്നാൻ പറഞ്ഞ സദൂക്യനോടും പരീക്ഷനോടും ചുങ്കക്കാരനോടും സകല എണ്ണത്തിന്. വല്ല മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം. ദൈവം അയച്ചിട്ട് വന്നതാ. കാര്യങ്ങൾ ഈ ന്യായവിസ്താരത്തിൽ മോഹം നോക്കരുത്. ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ നടത്തി കൊടുക്കണം. പക്ഷം പിടിച്ച് പറയരുത്. നിഷ്പക്ഷമായിരിക്കണം. കണ്ണടച്ചിരുട്ടാക്കരുത്. പൂച്ച പാല് കുടിക്കുമ്പോൾ പൂച്ച ഓർക്കുന്ന ആരും കാണുന്നില്ലെന്ന് അങ്ങ് നാക്കി കുടിക്കുക. എത്ര പേരാ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ വിധത്തിലെ തത്വം വേണം. അവിടെ വിഷയം വിട്ടേക്കാം. ഒന്ന്, ദൈവം അയച്ചിങ്ങോട്ട് വന്നു. 2, അമ്മയുടെ ഉദരത്ത് വെച്ച് ആത്മാവ് നിറഞ്ഞവനാ. 3, നല്ല ധൈര്യമാണ്. മുഖപക്ഷമൊന്നും കാണിക്കുന്നില്ല, ധൈര്യമാണ്. 4 എല്ലാം വിവരിക്കുന്നില്ല. 4, നീതിയും വിശുദ്ധിയും ഉള്ളവന്. നിങ്ങളാണ്ട മർക്കോസ് 6:20 വായിച്ചേ. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹേരോദ പറഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോകുന്നു. എങ്ങനെയുണ്ട്? യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ളവനാ. യോഹന്നാൻ വലിയവനാകാനുള്ള കാരണമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയവനാകാൻ കാരണം 1, ദൈവം അയച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 2, അമ്മയുടെ ഉദരത്ത് വെച്ച് തന്നെ ആത്മനിറമുള്ളവനായിരുന്നു. 3, നല്ല ധൈര്യവും മുഖപക്ഷവും ഇല്ലാത്തവനായിരുന്നു. 4, ഇപ്പം എന്തുവാ വായിച്ചേ? നീതിയും വിശുദ്ധിയുമുള്ളവനാ യോഹന്നാൻ. നീതിയും വിശുദ്ധി.
എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് രണ്ടും അത്യാവശ്യമാണ്. നീതിയും വിശുദ്ധിയും. ദൈവം വിശുദ്ധനാ. അവനെ ആരാധിക്കുന്ന ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കണം. ദൈവം നീതിയുള്ള ദൈവമാ. ദൈവത്തെ ഭജിക്കുന്ന എനിക്കും നിനക്ക് നീതി ഉണ്ടായിരിക്കണം. വ്യാഖ്യാനങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. യോഹന്നാൻ വലിയവനാകാൻ 4 കാരണം. ഒരു കാര്യവും കൂടെ പറയാം. അത് പറഞ്ഞേച്ച് അത് ഇച്ചിരി വിശദീകരിച്ച് പറഞ്ഞ് ഇന്ന് യോഗം നിർത്താം. ഇപ്പോൾ എനിക്കൊന്ന് സമയം എന്തുവായി കാണും? 9 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് കൂടായി. ആയിക്കോട്ടെ, ഒരു 9:30 നിർത്തും. വേണ്ട, പുസ്തകം മടക്കി പിടിച്ചു. ഇല്ലേ, നിങ്ങൾ പറയും പുള്ളി അതിനകത്തെല്ലാം എഴുതി വെച്ചോണ്ട് നിന്ന് കീച്ച് കാണുന്നു. വേണ്ട, അതെല്ലാം അങ്ങ് കൊടുത്തു. തീർത്ത്, ഇടപാട് തീർത്തു. നിങ്ങൾ ഈ മഴയും പിടിച്ച് ഇങ്ങേര് നിർത്തുകയില്ല. എഴുന്നേറ്റ് പോകാനും, കാരണം വെളിവും ബോധമുള്ളവനല്ല. വല്ലതും വിളിച്ച് പറഞ്ഞാൽ നാണക്കേടാ. രണ്ടിനും ബോധമില്ല. അതാ സാഹു പാസ്റ്റർക്കും എനിക്ക്. നിങ്ങളത് രണ്ടും പറയാം. വിളിച്ച പുള്ളിയും ബോധമില്ലാത്തവനാ, വന്ന പുള്ളി രണ്ടിൻ്റെയും മായി തന്നെ ഇറങ്ങുന്ന ആർക്കും അറിയത്തില്ല. എൻ്റെ പോന്നെ വെച്ചാൽ അതുകൊണ്ട് എങ്ങനെയാലും വല്ല ചാതി അല്ല, അങ്ങനെ വേണ്ട. 9:30 മുമ്പേ നിർത്തുക. പക്ഷേ ഞങ്ങളെ രണ്ടുപേരെ ഈ പരുവത്തിന് ദൈവം വിട്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മളെ കൊണ്ട് ഇതൊക്കെ ഒക്കുവുള്ളു. ഇവരെ കൊണ്ട് വല്ല ഒക്കുവോ? ഇത് അവർ വേറെ രീതിയിലാണ്. ദൈവത്തിന് മഹത്വം. യോഹന്നാൻ വലിയവനാകാൻ 1 ദൈവം അയച്ചിട്ടാ വന്നത്. 2 അമ്മയുടെ ഉദരത്ത് വെച്ച് തന്നെ ആത്മാവിൽ ബലപ്പെട്ടവനാ. 3 ധൈര്യമുണ്ട്, മുഖമൊന്നും നോക്കുന്നില്ല. 4 നീതിയും വിശുദ്ധിയുമുള്ളവനാ. സ്തോത്രം. ധൈര്യത്തിൻ്റെയൊക്കെ ഒത്തിരി പറയാനുണ്ട്. സഹോദരൻ്റെ ഭാര്യയായിട്ട് നടന്നവനെ അന്നേരം തന്നെ തീർത്ത് കാര്യം പറഞ്ഞു. അതാ പിടിച്ച് ജയിലിലിട്ടത്. അന്നേരം മറ്റവള് മോളെ ഡാൻസും ഒക്കെ പഠിപ്പിച്ച് കുച്ചിപ്പിടിയും, അവൾ കുച്ചിപ്പിടി കാണിച്ച് അവൻ്റെ ഉച്ചയിൽ കയറി പിടിച്ച്. അതൊന്നും ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കും. പിള്ളേരെയൊക്കെ കുച്ചിപ്പിടിക്കൊക്കെ വിടുമ്പോൾ ഓർത്തോണം, സൂക്ഷത്തിൻ്റെ ഉച്ചിയിൽ അവൾ വന്ന് പിടിക്കും. അല്ലെ അവൾ കുച്ചിപ്പിടി കാണിച്ച് ഏറിയതല്ലേ ഒരുത്തൻ്റെ ഉച്ചിയിൽ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, യോഹന്നാൻ വലിയവനാകാൻ 5ാമത്തെ കാരണം. 5 എന്നുള്ളതൊരു നല്ല കണക്കാണ് അല്ലേ? 5 കാര്യം. ഒത്തിരി ഉണ്ട്, 5 കാര്യം മതി. ഗുണമാകാനാന്നേ 5 എണ്ണം മതി. 5ാമത്, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. യോഹന്നാൻ വലിയവനാകാൻ. ഇന്ന് രാത്രിയുടെ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് ചെയ്തോണം. യോഹന്നാൻ വലിയവനാകാൻ 5ാമത്തെ കാര്യം, യോഹന്നാൻ സുവിശേഷം അറിയിച്ചവന്. ലൂക്കോസിന്റെ സുവിശേഷം 3:18 വായിരുമോനെ. ലൂക്കോസ് 3:18 പെട്ടെന്ന് വായിച്ചു. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് സുവിശേഷം അറിയിച്ചു. ഒന്നുകൂടെ വായിച്ചേ, ഇടയ്ക്ക് വിട്ടുപോയല്ലോ മൈക്കിന്റെ മോനെ. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചതുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. അപ്പൊ യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ 5ാമത്തെ കാരണം, യോഹന്നാൻ സുവിശേഷം അറിയിച്ചവനാണ്. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളോടൊക്കെ പറയട്ടെ, അതേ മുന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ വലിയവരാകും, സുവിശേഷം അറിയിച്ചോണം. കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ സുവിശേഷം ഇൻ്റർവെല്ലിന് പഠിക്കുന്ന സമയത്തിരുന്ന് പറയരുത് കേട്ടോ. സാർ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ എടി യേശു നിന്നെ രക്ഷിക്കും, നിനക്ക് മർക്കോസിനാ ഒന്നും പറയരുത്. ഇൻ്റർവെല്ലൊക്കെ വരുമ്പം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം അങ്ങോട്ട് സ്കൂളിലോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് അന്നേരമൊക്കെ പറഞ്ഞു പോകണം. ഡേ നീ പറയുമോ? സുവിശേഷം പറയുമോ? ഇവൻ പറയുമോ? ആട്ടെ, സുവിശേഷം പറയണം. അല്ല അവൻ്റെ മനസ്സിലും മോട്ടിച്ചുകൊണ്ട് വരുമോ? അവൻ നടന്നു പോകുമ്പോൾ കോതുകാല് വെക്കുകയൊന്നും ചെയ്യരുത്. സുവിശേഷം പറയണം. ദൈവത്തിൻ്റെ മഹത്വം. നിങ്ങളെ ദൈവം വലിയവരാക്കും. മാന്യ സഹോദരി സഹോദരന്മാരോടും പറയാം, സുവിശേഷം അറിയിച്ചു, ഒരു കുഴപ്പവും വരികയില്ല. അപ്പൊ യോഹന്നാൻ വലിയവനാകാൻ കാരണം, യോഹന്നാൻ സുവിശേഷം അറിയിച്ചു. ഇനി സുവിശേഷത്തെ പറ്റി ചില കാര്യം പറഞ്ഞങ്ങ് നിർത്താം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു, അതാ സുവിശേഷം. യോഹന്നാൻ അതാ പറഞ്ഞേ. യോഹന്നാന് പുള്ളിയെ പറ്റി ഒന്നും പറയാനില്ല, പറയാൻ ഒത്തിരി ഉണ്ട്. ഞങ്ങൾ ഇന്ന കുടുംബത്തിലെയാണ്. ഏതാ? ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ മണ്ണാർത്തറയിൽ മെയിൻ അല്ലേ ഞങ്ങൾ. യോഹന്നാനോട് ഏത് കുടുംബം? അയ്യോ അറിയത്തില്ലേ? ഓ
എൻ്റെ അപ്പച്ചനല്ലയോ കറിയാൻ ചായൻ? ഏത് കറിയാൻ? ഓ കറിയാച്ച, ഓ അറിയാച്ചാൻ. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ അല്ലയോ ഇനിയാള്? ഏതാ? ഞങ്ങൾ ലേവി ഗോത്രമാണ്. ആണോ? പിന്നെ ചെറിയ ആൾക്കാരില്ലെന്നോ? സ്തോത്രം. എൻ്റെ അമ്മച്ചിയെ കേട്ടിട്ടുണ്ടോ? യോഹന്നാൻ ഇതൊന്നും പറയുന്നില്ല. യോഹന്നാൻ ആരെ കണ്ടാലും എവിടെ വെച്ചും പറയാനുള്ളത് സുവിശേഷമാണ്. തൻ്റെ കുടുംബചരിത്രമോ കുടുംബ പാരമ്പര്യമോ ഒന്നും പുള്ളിക്ക് വിഷയമല്ല. അത് തൊടുന്നേ ഇല്ലല്ലോ. സ്തോത്രം. താൻ അവസരം കിട്ടുമ്പോഴെല്ലാം സുവിശേഷം അറിയിക്കുന്നത്. അതുകൊണ്ടാണ് വലിയവനായത്. അപ്പൊ എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. ഇനിയും ചടികടാന്ന് വായിച്ചു. എന്താ സുവിശേഷം? തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. ചടികടാന്ന് വായിര്, പെട്ടെന്ന് വായിര്. ഇതെല്ലാം മണ്ണാറത്താർക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഞാനങ്ങ് പറയാനെന്നേ ഉള്ളൂ. പറയല്ലോ, ഓർപ്പിക്കുക. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതാ സുവിശേഷം. ഈ സുവിശേഷം യോഹന്നാൻ എല്ലായിടത്തും പറയും. ദാവീദിന്റെ മക്കളെ കൊട്ടിയാ പോരാ, സുവിശേഷം പറയണം കേട്ടോ. വായിച്ച് നല്ലതാ, വായന നല്ലത്. എന്നാൽ സുവിശേഷം പാട്ട് പാടി തന്നെ ഇരിക്കരുത്, സുവിശേഷവും പറയണം കേട്ടോ. ഇത് വായിച്ച് തന്നെ ഇരിക്കരുത്. ഉറക്കമെല്ലാം പോയില്ലയോ? അതാ സുവിശേഷം അറിയിക്കണം. സുവിശേഷം കേട്ടോ മോനെ, സുവിശേഷം അറിയിക്കണം. ഒത്തിരി തിയോളജി ഒന്നും ഇറക്കിയില്ലെങ്കിൽ ഇത്രയും പറഞ്ഞാൽ മതി. യേശു രക്ഷിക്കും, യേശു വിടിവിക്കും, യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ രക്ഷിക്കും. ഇത് പറഞ്ഞോണം, ഇത് പറഞ്ഞോണം. അതിന് അവരെന്തോ ചിന്തിക്കുന്നൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ ഇതങ്ങ് പറഞ്ഞാൽ മതി. ഇപ്പം റോഡിൽ കൂടെ പോകുമ്പോൾ, റോഡിലങ്ങോട്ട് വണ്ടി ഓടിക്കുമ്പോഴേ, പുള്ളി എന്നെ ഓർക്കുന്നു, ഞാൻ ഓണടിച്ചില്ലേ അവൻ്റെ നെഞ്ചത്ത് കയറും. അവൻ നടറോടി നിൽക്കുക. ഉടനെ നമ്മൾ നമ്മളിപ്പോൾ ഓണടിച്ചാൽ പുള്ളി എടീ ഓൺ വെച്ചേക്കുന്നത് തന്നെ അതിനല്ലേ. ചിലപ്പോൾ അവൻ ഓർക്കാൻ പുറത്തോ എന്തോ കുബുത്തിയായിട്ട് വന്ന് എനിക്ക് അടിക്കണം. അടിച്ചിട്ട് മാറിയില്ലേ പിന്നെ ഏറ്റോട്ടെ. പക്ഷെ ഇത് അടിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പുള്ളി അവൻ എന്നാ കേൾക്കും, ഞാൻ ഓടടിക്കുമ്പോൾ കടക്കാരൻ എന്നാ തോന്നും, എന്തിനാടാ എൻ്റെ കടയുടെ വാതൊക്കെ വന്നപ്പം. ഇതൊക്കെ അങ്ങനെ ചിന്തിച്ചാൽ, ഇതൊന്നും ചിന്തിക്കരുത്. നീ അങ്ങ് സുവിശേഷം പറഞ്ഞോണം. ആരെയും നിർബന്ധിക്കണ്ട, സമ്മർദ്ദമൊന്നും ചെലുത്തണ്ട. പക്ഷെ പറയേണ്ട കർത്തവ്യം നമ്മുടേതാണ്. അപ്പൊ സുവിശേഷം അറിയിക്കണം. ദൈവത്തിന് മകന് എന്താ സുവിശേഷം? അതാ തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 2-ാം അധ്യായത്തിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു ഇതാ സുവിശേഷം. ഇത് യോഹന്നാൻ അറിയിച്ചു. ആട്ടെ, എന്തിനായി സുവിശേഷം? എന്തിനായി സുവിശേഷം അറിയിക്കുന്നത്? ഒറ്റ വാക്ക് പറയാം, സകല മനുഷ്യനും രക്ഷപ്പെടാൻ. തീത്തോസ് 2:11 വായിച്ചു. തീത്തോസ് 2:11 പെട്ടെന്ന് വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പൊ സകല മനുഷ്യനും രക്ഷപ്പെടാൻ ആ സുവിശേഷം. അല്ല, സുവിശേഷം അറിയുന്നവന് രക്ഷപ്പെടാനല്ല. ചെല്ലി ധരിച്ചേക്കുന്ന അവർക്ക് രക്ഷപ്പെടാൻ ഒരേ മാർഗമായിട്ട് ഇറങ്ങിയിരിക്കുക. സാബുവിന് രക്ഷപ്പെടണം എങ്ങനെയാലും ഇവിടെ വെച്ചു. അതിനാ പുള്ളി ആണ്ട് കോരെ പുള്ളിക്ക് സാബുവിന് രക്ഷപ്പെടാനല്ല, നീ രക്ഷപ്പെടാൻ. പ്രൈസ് ദ ലോർഡ്. സകല മനുഷ്യർക്കും രക്ഷാകരമാണ് ഈ സുവിശേഷം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കണ്ടേ? ആരാ ഇത് കേൾക്കണ്ടേ? നമ്മൾ സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ എന്നാ സുവിശേഷം? അങ്ങോട്ട് ചെല്ലും, നിങ്ങളുടെ ആൾക്കാരല്ല. അവിടെ വലിയ കാവിലോട്ട് ചെല്ലും, നിങ്ങളുടെ ആൾക്കാരല്ല. ഒത്തിരി ഉണ്ട് അവിടെ. ഉടനെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആൾക്കാർ എന്താ സുവിശേഷം? എന്തിനാ കൊല്ലക്കുട്ടി സൂചി വയ്ക്കാൻ വന്നേക്കുന്നു? ഞങ്ങൾ സൈമൺ സാറ് വന്ന കാലം മുതൽ സാറ് കിടന്ന കട്ടിൽ ഇപ്പോൾ ഇവിടെ കിടക്കുക. വിദ്വാൻകുട്ടിച്ചൻ്റെ കൊച്ചുമാനാന്ന് എന്നോടാണോ സുവിശേഷം? അല്ല, പുള്ളി പറയത്തില്ല, പുള്ളി അങ്ങ് പറയുകയാന്നേലോ. നമ്മൾ ഇതൊക്കെ വെച്ചാൽ എന്തുവാ സുവിശേഷം? ഇങ്ങോട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 5 പേരാണ് ഇറങ്ങിയേക്കുന്നത്. എന്തിന്? സുവിശേഷം. ഞങ്ങളുടെ അടുക്കലാന്നോ? ഉടനെ അവർ പറയുന്നത് താണ്ട് അങ്ങോട്ട് അല്ലേ, എന്താണെന്ന് അറിയാൻ മേലാത്ത കുറേ ആൾക്കാർ അവിടെ പൊന്തപ്പുഴയിലുണ്ട്. നേരെ അങ്ങോട്ട് പോയാൽ മതി, വനത്തിനകത്തൂടെ. ഒക്കെ എന്തെങ്കിൽ ആ മുക്കടയിലും കൂടെ ഒന്ന് ചെല്ലേ. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക. ഒരു കാര്യം ആരാ ഇത് കേൾക്കട്ടെ? സകല ആൾക്കാരും കേൾക്കണം.
2 വാക്യമായിരം. മർക്കോസ് 16:15, മർക്കോസ് 13:10. പെട്ടെന്ന് വായിച്ചു. 16:15, 13:10. പെട്ടെന്ന് വായിര്. അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. സകല സൃഷ്ടിയോടും ഇത് പറയണം, സുവിശേഷം. വേറെ കാര്യമൊന്നും പറയണ്ട, ഇതങ്ങ് പറയണം. ഇനി 13:10 കൂടെ വായിച്ചോ മോനെ. 13:10. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കണം. സകല ജാതികളോടും പറ. അപ്പൊ സകല സൃഷ്ടിയോടും പറയണം. സകല സൃഷ്ടികളോട് എന്തിനാ പറയുന്നത് ചോദിച്ചാൽ അതിന് വേറൊരു ബിബിളിക്കലായിട്ടുണ്ട്. സകല സൃഷ്ടികൾ ഇപ്പം ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്തിനാ? ഇതിനൊരു വീണ്ടെടുപ്പുണ്ട്. അപ്പം അത് കേൾക്കട്ടെ. സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്നതാണ് സുവിശേഷം. ഇത് ഹിന്ദുക്കളും കേൾക്കണം, ക്രിസ്ത്യാനികളും കേൾക്കണം, മുസ്ലിം സഹോദരങ്ങളും കേൾക്കണം, ബുദ്ധനും കേൾക്കണം, ജൈനനും കേൾക്കണം, പാഴ്സിയും കേൾക്കണം. എല്ലാവരും കേൾക്കണം ഇത്. അതിനാ എല്ലാവരും കേൾക്കാൻ വേണ്ടിയായത്. ഈ സുവിശേഷം യോഹന്നാൻ സ്നാപകൻ അറിയിച്ചു. അതുകൊണ്ടാണ് വലിയവനായ. 1-2 കാര്യം കൊണ്ട് പറയാം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കണ്ടേ? എല്ലാവരും കേൾക്കണം. എല്ലാവരും കേൾക്കണം. എങ്ങനെയാ കേൾക്കണ്ടേ? അതിനും വാക്യമുണ്ട്. എങ്ങനെ കേൾക്കണം? ഇങ്ങനെയാണോ കേൾക്കുന്നത്? അല്ല, ഇങ്ങനെയും കേൾക്കുന്നല്ലോ. അവിടെ തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമായിരുന്നു. എങ്ങനെയാ കേൾക്കേണ്ടത്? സുവിശേഷം വചനമേ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. സുവിശേഷം അങ്ങനെ വേണം കേൾക്കാൻ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വേണം ഇത് കേൾക്കാൻ. അല്ലാതെ പനാമർ അടിച്ച പോലെ ഒന്നും ഇരുന്ന് ആ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദൈവമേ നല്ലൊരു കടുപ്പമുള്ള ചായ കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കങ്ങ് തോന്നുക. ആ മുഖം കണ്ടിട്ട് വളരെ ക്ഷീണം കാണും. പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വേണം ഇത് കേൾക്കാൻ, കൈക്കൊള്ളാൻ. കഷ്ടങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും. ആർക്കാ കഷ്ടമില്ലാത്ത? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു കഷ്ടം ഉള്ളവരാ. കടഭാരമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഞെരുക്കമുള്ളവരുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോട് ഇത് കൈക്കൊണ്ടുപോകണം. മനസ്സിലായ? അപ്പോൾ സുവിശേഷം ഞാൻ പെട്ടെന്ന് നിർത്താം. പെട്ടെന്ന് 9:30 ആകുമ്പോൾ പറയണേ. പറയുകയല്ലേ? പറഞ്ഞില്ലേ ഞാനങ്ങ് പറയും. എനിക്കിത് എത്ര പറഞ്ഞാലും മതിയും വരികയില്ല, കൊതിയും തീരുകയില്ല. അപ്പം എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല സൃഷ്ടിയും സകല ജാതികളും. എങ്ങനെ കേൾക്കണം? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോട് ഇത് കേൾക്കണം. അടുത്ത 5-ാമത്തെ മെയിൻ പോയിന്റ്, എങ്ങനെയാണ് ഇത് പറയണ്ടേ? എങ്ങനെ അതിനൊക്കെ എല്ലാത്തിനും വാക്യമുണ്ടെന്ന് ചുമ്മാ പറഞ്ഞാലൊന്നും ഒക്കത്തില്ല. വായിച്ചേ. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമായിരുന്നു. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രം. കുറെ വാക്യം മാത്രം നിന്നുകൊണ്ട് അങ്ങ് പറഞ്ഞാൽ പോരാ. അങ്ങനെ പറയുന്നവരുമുണ്ട്. മത്തായി 4:3 വായിക്കാനല്ലേ? 4:3, 7:2, 5:6, വെളിപ്പാട് 3:14, 8:3, യെഹെസ്കേൽ പ്രവചനം 5:6, ദാനിയേൽ എല്ലാം പ്രവചനമാണ്. ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയോ? അല്ല, പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് അടുത്ത വാക്യം വായിര്. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. ഇങ്ങനാ പറയേണ്ടത്. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം. സുവിശേഷം പറയാൻ പോകുന്നവർക്ക് പറയുന്ന വിഷയത്തെ പറ്റി നിശ്ചയം ഉണ്ടായിരിക്കണം. പരിശോധന കടന്ന് തപ്പരുത്. മനസ്സിലായോ? ഓർമ്മയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാ. അത് സഭയിലാന്നേലും വീട്ടിലാന്നേലും എവിടെ ആന്നേലും എല്ലാവർക്കും ഒരുപോലെ ഓർമ്മ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ ഒന്ന് കുറിച്ച് വെക്കുന്നത് നല്ലതാ. അപ്പോൾ ചില വിശ്വാസം ഞങ്ങളുടെ മാസ്റ്റർ കുറിപ്പ് വെച്ചാൽ അതൊക്കെ വിവരം ഉള്ളത് കൊണ്ടാണ്. ഇല്ലേ? അതൊക്കെ ബോധവും വിവരമുണ്ട്. നിങ്ങളുടെ മാസ്റ്റർ വിവരമുള്ളവനാ. അല്ല ചുമ്മാ അങ്ങ് കാട് കയറി പോകാമെന്നോ? അയാളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ആ നോട്ട് ചെയ്യുമ്പോൾ ഓർത്തോണം ഇത് പുള്ളി പഠിച്ചതാ, ധ്യാനിച്ചതാ, അതിന് സമയം കണ്ടെത്തി. മറ്റേ പുള്ളി തന്നില്ല, രാവിലെ പൊത്തം എടുത്ത് വെച്ചോണ്ട് ഇഞ്ഞ് പോരുക, അവിടെ പാട്ട് പാടുകയാണ്, എന്നാൽ കിടന്ന് തപ്പുക, അവിടെ പാട്ട് പാടും.
അങ്ങനെ തപ്പി ഒരുത്തൻ എഴുന്നേറ്റ് പറഞ്ഞ് 152 സങ്കീർത്തനം ഇന്ന് വായിക്കാമെന്ന്. അപ്പോൾ എല്ലാവരും പുസ്തകം തുറക്കാം. 152 ഇരുന്നതും അതൊക്കെ തന്നെ. അപ്പോൾ ഒരാൾ പറഞ്ഞ് 150 ഉള്ളൂ. നേരെ 150 ഉള്ളൂന്ന്. എങ്ങനെയുണ്ട്? വെള്ളിയാഴ്ച ഒന്നും ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യങ്ങൾ ഉരുവിട്ട് പറയാനതല്ല, വാക്യം നല്ലതാ, പക്ഷെ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം. ശക്തി വേണം. ചിലര് പറയാൻ കേട്ടാ ഒരു ശക്തിയിലുള്ളവന്റെ ശക്തിയും കൂടെ നമ്മളും അങ്ങ് സങ്കടപ്പെടുക. അങ്ങനെയുള്ള പ്രസംഗത്തിന് നാട്ടുകാരിട്ടിരിക്കുന്ന ഒരു പേരുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, വാക്യങ്ങളൊക്കെ നല്ലതായിരുന്നു, എന്നാലും ഉണക്കപ്രസംഗമായിരുന്നു. ഒത്തിരി ഉണക്ക ഇറങ്ങിയിട്ടുണ്ട്. എന്താ ഉണക്ക? ഇവിടെ പൗലോസ് പറയുകയാ, ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടെ ഇങ്ങനെ സുവിശേഷം അറിയിക്കണ്ടേ. ഈ ഒന്നാമത്തെ കാര്യം, ഈ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും വിശ്വാസമില്ലെങ്കിലും കേൾക്കുന്നവർ ചിന്തിക്കണം, എടാ പുള്ളിക്ക് നല്ല വിശ്വാസമാണ് കേട്ടോ, നമ്മുടെ പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. നമ്മൾ പറയാം യേശു സൗഖ്യമാക്കും. അന്നേരം കേട്ടവന് മനസ്സിലായി, പുള്ളിക്ക് ഇതിനെപ്പറ്റി, പുള്ളിക്ക് ഇതിനോട് വലിയ വിശ്വാസവും. ദൈവം പുലർത്തും. അത് കേൾക്കുന്നതിന് മനസ്സിലായി ഇയാൾക്ക് ഇതിനെപ്പറ്റി ഒരു. അപ്പൊ കേൾക്കുന്നവരെല്ലാം വിശ്വസിച്ചില്ലെങ്കിലും പറയുന്ന നിനക്കൊരു വിശ്വാസം വേണ്ടേ? വേണ്ടേ? പണ്ട് ഒരാൾ പറഞ്ഞു, ഈ വിഷയം ഇത് ഗ്രീക്കിൽ 5 പ്രാവശ്യമുണ്ട്, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് 5 പ്രാവശ്യം ഗ്രീക്കിലുണ്ടെന്ന്. അപ്പം ഇംഗ്ലീഷും മലയാളവും ഒന്നും നന്നായിട്ട് അറിയാൻ പോലും അമ്മച്ചി ചാടി എടുത്തിട്ട് പറഞ്ഞു, ഉദ്ദേശി ഗ്രീക്കിലെ കൊച്ചുങ്ങൾക്ക് 5 പ്രാവശ്യം പറയണേ, എനിക്ക് ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി. ഗ്രീക്ക് കൊച്ചുങ്ങൾക്ക് 5 പ്രാവശ്യം പറഞ്ഞാലേ അതുങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് ഒറ്റ പ്രാവശ്യം എൻ്റെ കർത്താവ് പറഞ്ഞാൽ മതി, ഞാൻ വിശ്വസിക്കും. മനസ്സിലായി കാണും. ചെല്ലങ്ങ് ഗ്രീക്കാ, ഇത് ഗ്രീക്കിൽ ഇങ്ങനെ, ഹീബ്രുവിൽ ഇങ്ങനെ, ലാറ്റിൻ ഭാഷ അതൊക്കെ നല്ലതാ. മണ്ണാറത്തറ കിടക്കുന്ന തള്ളക്ക് എവിടെ ഗ്രീക്ക് അറിയാവുന്നേ? അള്ളക്ക് ഒറ്റ കാര്യം അറിയാം, എൻ്റെ ദൈവമായത് പറഞ്ഞത്. ഞാൻ ഒരിക്കൽ അരുളി ചെയ്തു, സ്തോത്രം. മനസ്സിലായോ? ദൈവത്തിന് മഹത്വം. ദൈവത്തിൽ വിശ്വസിക്കണം. പറയുന്ന ആൾക്കൊരു വിശ്വാസം വേണ്ടേ? അപ്പോൾ ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം തട്ടിവിടുകയല്ല. ഇപ്പം അങ്ങനെ തട്ടിവിടുന്നു. ഇപ്പം വാക്യമൊക്കെ വേറെ പുസ്തകം ഒന്നും വായിക്കുമൊന്നും വേണ്ട, ഗൂഗിളിൽ കയറിയാൽ മതി. നാളെ പറഞ്ഞ് എല്ലാം ഗൂഗിളിൽ കയറിയാൽ കിട്ടുമെന്ന്. എല്ലാം ഗൂഗിൾ മെസ്സേജാ. അതിന് വിശ്വാസിയല്ല ഇപ്പം ഗൂഗിളായിട്ടിരിക്കുക. അതെ, ഡിക്ഷണറിയും അത് പഠിക്കരുതെന്നോ കയറരുതെന്നല്ല എൻ്റെ വാദം. പക്ഷേ അതിൽ കയറുന്നതിലും കുറച്ചും കൂടെ സമയം കണ്ടെത്തേണ്ടത് പ്രാർത്ഥിച്ചേച്ച് ദൂതൊന്ന് ഒരുക്കിക്കേ. പ്രാർത്ഥിച്ചേച്ച് നിങ്ങളും അങ്ങനെ പാട്ട് പാടാൻ ഇത് പ്രോഗ്രാമാണ്. പ്രോഗ്രാമല്ല, ഇത് ശുശ്രൂഷയാണ്. പ്രോഗ്രാമാണെന്നും പറഞ്ഞ് പോകരുത്. ഈ പ്രോഗ്രാമുമായിട്ട് ചെല്ലുന്നത് കൊണ്ടാണ് സ്തുതിച്ചാട്ടെ ഒരിക്കൽ കൂടി ശക്തിയോടെ പോരാ. ഇവൻ കടന്നിങ്ങനെ വില്ല് വളയം പോലെ നിന്ന് വളയുക. അതേസമയം എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു ശുശ്രൂഷയ്ക്ക് വൈകിട്ട് പോകുന്നതിന് മുന്നേ ഒരു മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചൊന്ന് ആത്മാവിൽ നിറഞ്ഞ് ആ പാടുന്ന പാട്ട് വെക്കൊന്ന് സെലക്ട് ചെയ്ത് ദൈവത്തോട് പറ, കർത്താവേ ഈ പാട്ടാണ് ഞങ്ങളവിടെ പാടുന്നത്. പാട്ട് പാടുമ്പോഴേ ദൈവശക്തി വ്യാവുന്ന. അങ്ങനെ അടുത്ത ആഴ്ച മുതൽ നോക്കിക്കേ. ഇതൊക്കെ വായിക്കുന്നതിന് മുന്നേ ഒരു മണിക്കൂർ ഒന്ന് പറ, കർത്താവേ കണക്കിന് വായിക്കാൻ കൃപ തരണം, താളവും കയ്യും ഒക്കെ കൃത്യം. ഇടത്തല്ലേ എന്നതാ പറഞ്ഞത്? എന്തുവാ ഇതിന് പറയുന്നത്? കേക്കാ ആയിക്കോട്ടെ. ഇതിനോ ആയിക്കോട്ടെ. ഇതെല്ലാം അത് ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് ചെന്നേ. നിങ്ങൾ എന്നിട്ട് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞ അന്തരീക്ഷം മാറും. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയാ ഇത് പറയേണ്ടത്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും അങ്ങനെ പറയണം.
സുവിശേഷം. ഓടിച്ച് മുമ്പോട്ട് പോകാം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യൻ രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികൾ, സകല സൃഷ്ടികളും. എങ്ങനാ കേൾക്കേണ്ടത്? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന് സന്തോഷത്തോടെ. എങ്ങനാ പറയേണ്ടത്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. ഇങ്ങനൊക്കെ പറയുമ്പോൾ സുവിശേഷത്തിന്റെ ശക്തി കൂടും. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷത്തിന് വിശേഷതയുണ്ട്. ഈ വിശേഷതയാ യോഹന്നാൻ പറഞ്ഞത്, സുവിശേഷം അറിയിച്ചു വലിയവനാകാൻ. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഒത്തിരി ഉണ്ട്, ചില കാര്യം പറയാം. ഒന്ന്, എല്ലായിടത്തും ഞാൻ പറയുന്നതാ, സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. അറിവുള്ള വാക്യമാണ്. വായിച്ചോ? റോമാലേഖനം 1:16. പെട്ടെന്ന് വായിച്ചു. റോമാലേഖനം 1:16. പെട്ടെന്ന്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ വിശേഷത എന്റെ പ്രിയരെ, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. മറ്റൊരുത്തലും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, ഒരേ ഒരു വ്യക്തി, നസറേയനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷത്തിന്റെ വിഷയം. 5 പൈസ കൊടുക്കണ്ട, കാശ് മുടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന്, കേൾക്കുന്ന ഇടത്തിരുന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും. വിശദീകരിച്ച് പോകുന്നില്ല, പറഞ്ഞങ്ങ് വിടുക. നമ്മുടെ യോഗത്തിന് തീരുന്ന സമയങ്ങളാകുക. അപ്പോൾ സുവിശേഷത്തിൻ്റെ വിശേഷത ഒന്ന്, രക്ഷിക്കുന്ന മാർഗം. 2, ഈ സുവിശേഷം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. ചില ആൾക്കാർ ധരിച്ചു വെച്ചേക്കുന്നത് ഇത് നമ്മൾ ആരാണ്ട് കൊണ്ടുവന്നതാണ്. നാളൊരുത്തം പറഞ്ഞു കുക്കു സാഹിബിൻ്റെ ആണ്. കുക്കിൻ്റെ അല്ല, കൊക്കിൻ്റെ അല്ല. അന്നേരം പറഞ്ഞു നോയൽ സാഹിബിൻ്റെ, നോയലിൻ്റെ അല്ല, നാഗളിൻ്റെ അല്ല സുവിശേഷം. അപ്പോൾ ഒരുത്തം പറഞ്ഞു ഇത് കുന്നംപുറത്തെ സൈമൻ്റെ ആണ്. സൈമൻ്റെ ആണോ സുവിശേഷം? സൈമൺ സാറേ, കുന്നംപുറത്തുകാരുടെ അല്ല സുവിശേഷം. ഇത് വിദ്വാൻ കുട്ടിച്ചൻ്റെ അല്ല സുവിശേഷം, അവരുടെ വല്യപ്പന, പുള്ളിയുടേതും അല്ല. അപ്പോൾ ചില ആൾക്കാർ പറയാ ഇത് കല്ലുമല കുഞ്ഞുമോനിച്ചാൻ്റെ ആണ്. ചാരം തോമാച്ചൻ്റെ അല്ല സുവിശേഷം. ഉണ്ണുണ്ണി സാറിൻ്റെ അല്ല സുവിശേഷം, ഉണ്ണുണ്ണി സാറിൻ്റെ അല്ല. ഇത് ടിജു ഉമ്മച്ചൻ്റെയും ഉണ്ണുണ്ണി സാറിൻ്റെയും സി ടി മത്തായിച്ചൻ്റെയും മൈലപ്പുറ ഫിലിപ്പ് സാറിൻ്റെയും സൈമൺ സാറിൻ്റെയും ഉണ്ടല്ലോ ടി കെ ഷൗമേൽ സാറിൻ്റെയും എം ഇ ചെറിയാച്ചൻ്റെയും ഒന്നുമല്ല സുവിശേഷം. ഇത് ഉണ്ണുണ്ണി സാറിൻ്റെ അല്ല സുവിശേഷം. കല്ലുമല കുഞ്ഞുമനച്ചാൻ്റെ ഒന്നുമല്ല. ജോർജ് ബർഗിൻ്റെയും മേരി ചാമ്പാൻ്റെയും നോയൽ സാഹിബിൻ്റെയും നാഗൽ സാഹിബിൻ്റെയും ഒന്നുമല്ല സുവിശേഷം. സുവിശേഷം ദൈവത്തിൻ്റെതാണ്. ഇത് ദൈവം തമ്പുരാൻ മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ സുവിശേഷം. വായിച്ചേ, ഗലാത്യ ലേഖനം 1:1 വായിച്ചോ. പെട്ടെന്ന് വായിര്. ഗലാത്യ ലേഖനം 1:1. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്ര. ദൈവത്താല. ഇനി റോമാലേഖനം 1:1 ചേർത്ത് വായിച്ചോ. പെട്ടെന്ന് വായിച്ചോ, സമയം പോകുന്നു. പെട്ടെന്ന് വായിരും. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി സുവിശേഷം മതി. അപ്പൊ ഈ സുവിശേഷം അടുത്ത കാലത്ത് ആരും കൊണ്ടുവന്നതല്ല. ചില ആൾക്കാർ പറയാം ഇത് കപ്പലെ കൊണ്ടുവന്നതാണ്. ഒരു വട്ട് പിടിച്ച തള്ളയുണ്ട്. തള്ള പറയുന്നത് ഇത് സായിപ്പന്മാർ കൊണ്ടുവന്നത്. തള്ളയ്ക്ക് വാട്ടാ. ഈ പന്ന തള്ളേനെയൊക്കെ എന്നാ ചെയ്യാനാ നമ്മൾ? ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. തള്ളയ്ക്കും അറിയാം, എനിക്കും അറിയാം ആരാന്ന്. നമുക്ക് അടുത്ത വർഷം യോഗ നടത്തേണ്ടതാണ്. മനസ്സിലായോ? ഇത് കപ്പലെ കൊണ്ടുവന്നതല്ല, കടൽ കടത്തി കൊണ്ടുവന്നതല്ല. സുവിശേഷം മുൻപ് കൂട്ടി ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. എന്താ സുവിശേഷം? യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് ദൈവം ഇതെല്ലാം ക്രമപ്പെടുത്തി വെച്ചിരിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ അരുളപ്പാട് അറിയിച്ചല്ലോ, യേശു ജനിക്കുന്നതിന് 1000 കണക്കിന് വർഷം മുമ്പ് എഴുതിയ സ്ത്രീയുടെ സന്തതിയുടെ വരുവെന്ന്.
ആ സന്തതി ഇവിടെ വരാതിരിക്കാൻ പിശാച് എന്തെല്ലാം തന്ത്രം ഒപ്പിച്ചു ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. പെസഹ കുഞ്ഞാടിനെ പറ്റി പുറപ്പാടിലുണ്ട്, സംഖ്യാപുസ്തകത്തിലുമുണ്ട് അടിക്കപ്പെട്ട പാറ, ദൈവത്തിന്റെ മഹത്വം. അതുപോലെ ലേവ്യ പുസ്തകത്തിലുമുണ്ട് ഒരു യാഗകുഞ്ഞാടിനെ കാണുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൽ വരുവാനുള്ള പ്രവാചകനെ കാണുന്നുണ്ട്. യോശുവയുടെ പുസ്തകത്തിൽ ആമൻ സ്തോത്രം യെരിഹോവിന് സമീപത്ത് നിൽക്കുമ്പോൾ ഒരു ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെടുന്നതൊക്കെ കാണുന്നുണ്ട്. അറിയാമല്ലോ. അങ്ങനെ ഓരോ പുസ്തകമെടുത്ത് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. ആ വാഗ്ദത്തം എങ്ങനെയൊക്കെ അതെല്ലാം യേശുവിൻ്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ എവിടെ ജനിക്കും? മീക 5:2 ബേത്ലഹേമിൽ ജനിക്കും, എഫ്രാത്തിലെ. മുമ്പ് കൂട്ടി വാഗ്ദത്തം അല്ല, ചുമ്മാ വന്ന് ജനിച്ചതൊന്നുമല്ല. എവിടെ ജനിക്കുമെന്ന് മീക പ്രവചിച്ചു. നീയോ 5:2 വായിച്ചോ, പെട്ടെന്ന് വായിച്ചു. മീക 5:2 അറിവുള്ള വാക്യമാ. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേൽ അധിപനായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു. ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു ബേത്ലഹേമിൽ ജനിക്കും. ഇനി മത്തായി 2:1 വായിച്ചോ, മുമ്പേ വായിച്ചതെങ്കിലും സന്ദർഭം വന്നുകൊണ്ട് ഒന്നുകൂടെ വായിച്ചോ. ദൈവത്തിന്റെ മഹത്വം. മത്തായി 2:1 പെട്ടെന്ന്. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം പറഞ്ഞെടുത്ത് തന്നെ ജനിച്ചത്, അല്ലാതെ പറഞ്ഞേച്ച് വേറെ സ്ഥലത്ത് പോയി ജനിച്ചതല്ല. ഇത് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാന്ന് സുവിശേഷം. എവിടെ ജനിക്കുമെന്ന് മീഖായെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു. അവൻ തിരുപ്പിറവി അവിടെ തന്നെ ജനിച്ചതും. എങ്ങനെയാ ജനിക്കുന്നത്? കന്യകാസൂനുമായി 7:14 വായിച്ചു. യെശയ്യാവ് 7:14 അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. ഒന്നുകൂടെ ഒന്ന് വായിച്ചു. വചനമല്ലേ കേൾക്കുന്നത്, നല്ലതാ, ദോഷമൊന്നും വരികയല്ല. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അതാ മത്തായി ലൂക്കോസ് 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറേത്തിൽ മറിയ എന്ന് പറഞ്ഞ കന്യകയുടെ എടുക്ക വന്നെന്ന, അല്ലാതെ 4-5 പ്രസവിച്ചൊരു സ്ത്രീയുടെ ചെന്നല്ല. എങ്ങനെയാലും ജനിച്ചാൽ മതി. അല്ല, കന്യകയുടെ അടുക്ക തന്നെ എന്നത് പറഞ്ഞത് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. എവിടെ ജനിക്കും? ബേത്ലഹേമിൽ. എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി ജനിക്കും. ജനിക്കുന്ന ശിശുവിൻ്റെ വിശേഷത 9:6 പെട്ടെന്ന് വായിച്ചു. എല്ലാം വായിപ്പിക്കാൻ നേരമെങ്കിലും വായിച്ചു. യെശയ്യാവ് 9:6 പെട്ടെന്ന് വായിച്ചു. അറിവുള്ള വാക്യമെങ്കിലും അങ്ങ് വായിച്ചു. 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആ വാക്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നുകൂടെ വായിച്ചേ ദൈവദാസനെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഒന്നുകൂടെ വായിര്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഒത്തിരി ശിശു എന്നല്ല, അത് മതി. എന്തിനാ ഗുണം വരാത്ത ഒത്തിരി എണ്ണം? ഒന്ന് പോരെ, ഒരു ശിശു. പിന്നെ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഏകവചനമാ, ഒരു മകൻ. അടുത്തത് ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു. അവന്റെ ഏകവചനമാ, അവന്റെ. പിന്നെ അവൻ അത്ഭുത മന്ത്രി. അവരെന്നല്ല, അവൻ. പിന്നെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. ദൈവങ്ങളെന്നല്ല, ദൈവം. പിന്നെ നിത്യപിതാവ്. പിതാക്കന്മാര് കിഴക്കനൊരു പിതാവ്, വടക്കനൊരു പിതാവ്, പടിഞ്ഞാറിന്റെ പിതാവ് എന്ന് ഒറ്റ പിതാവേ ഉള്ളൂ. മനസ്സിലാകുന്നില്ല? പിന്നെ വൈകിട്ട് മനസ്സിലായിക്കോളും. കഞ്ഞി കുടിക്കാനിരിക്കുമ്പോഴേ പുള്ളി അതാന്നല്ലോടാ പറഞ്ഞത്. കിഴക്കൊരു പിതാവും പടിഞ്ഞാറൊരു ഒന്ന് ഒറ്റ പിതാവേ ഉള്ളൂ. നമുക്കൊരു പിതാവ് തന്നെ, നമുക്കൊരു പിതാവ് തന്നെ, നമുക്കേവർക്കും കുടിയിരിപ്പതിനി സ്വർഗമൊന്നേയുള്ളൂ, നമുക്കേവർക്കും കുടിയിരിപ്പതിനി സ്വർഗമൊന്നേയുള്ളൂ. നമുക്കൊരു പിതാവ് തന്നെ, നമുക്കൊരു പിതാവ് തന്നെ, നമുക്കേവർക്കും കുടിയിരിപ്പതിനി സ്വർഗമൊന്നേയുള്ളൂ, നമുക്കേവർക്കും കുടിയിരിപ്പതിനി സ്വർഗമൊന്നേയുള്ളൂ. പകലൊങ്ങി ലോകമക്കൾ, പകതിങ്ങി ലോകമക്കൾ, പല്ലങ്കുലം ജാതികളായി പിരിഞ്ഞു നാൾക്കുന്ന പരനോട് എതിർക്കുന്നു, പല്ലങ്കുലം ജാതികളായി പിരിഞ്ഞു നാൾക്കുന്ന പരനോട് എതിർക്കുന്നു. നമുക്കൊരു പിതാവ് തന്നെ, നമുക്കൊരു പിതാവ് തന്നെ. നിത്യപിതം. നേരമില്ല. ഈ പറഞ്ഞതിനെല്ലാം പാട്ടുള്ളതാ. അങ്ങ് സമയം പോയത് കൊണ്ട് അങ്ങ് പാട്ട് നിർത്തിയതാ. തന്നെയല്ല അവൻ ഉറക്കമൊക്കെ വരുന്നു. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഏകവചനം. നമുക്ക് ഒരു മകൻ, ഏകവചനം. പിന്നെ
ആധിപത്യം അവന്റെ തോളിലിരിക്കും. അത് അവന്റെ തോളിൽ ഒരുവനെ ഉള്ളു കേട്ടോ. പിന്നെ അവൻ അത്ഭുതമന്ത്രി, അവൻ ഏകവചനം അത്ഭുതമന്ത്രി. ഒത്തിരി മന്ത്രി ഇല്ല കേട്ടോ, ഒന്നേ ഉള്ളു. പിന്നെ വീരനാം ദൈവം, ഒത്തിരി ദൈവങ്ങളുമില്ല, ഒരു ദൈവം. പിന്നെ നിത്യപിതാവ്, ഒത്തിരി പിതാക്കന്മാരുമില്ല, നിത്യ പിതാവ്. ഇതാ നമ്മുടെ വിശേഷത. അപ്പൊ എവിടെ ജനിക്കും? ബേത്ലഹേമിൽ. എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത അതാ ഇപ്പം വായിച്ചു കേട്ടത്. ഈ ശിശു ശൈശവത്തിൽ എന്തോ ഭുജിക്കും. 7:14 ഒന്നുകൂടെ വായിച്ചു. 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അടുത്തത്, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ഈ തേനെ മോട്ടിച്ച തേനൊന്നും അല്ല, പിള്ളേരുടെ ഭാഷ ഞാൻ അടിച്ചു മാറ്റിയ തേനൊന്നും. തേനൊക്കെ അടിച്ചു മാറ്റുന്ന ആൾക്കാരുണ്ട്. എന്തുവായിരുന്നു ഞോണ്ടെന്ന് ഉള്ള കാര്യമായി പറഞ്ഞു. ദൈവത്തിന് മഹത്വം. തൈരും തേനും അതെ എല്ലാം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. ഇനി ഏത് കുടുംബത്തിൽ നിന്ന് വരും? വായിച്ചേ 11:1. യശയാവ് തന്നെ ഇത് കൂടുതലും. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന്, അവിടുന്ന് ഇശായിയുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ആ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഇശായിയുടെ കുറ്റിയിൽ നിന്ന്. ആ കുറ്റി ഏതാ? വായിച്ചേ രൂത്ത് 4:16. പെട്ട കുറ്റി വായിച്ചു. നിങ്ങൾ ഉപയോഗിച്ച കുറ്റിയൊന്നും അല്ല. വായിര്. നിങ്ങൾ നോക്കുന്ന കുറ്റിയിൽ അവറാച്ചൻ്റെ വീട്ടിൽ നിന്നായിരിക്കുമെന്ന്. അത് വേറെ കുറ്റി. ഇത് വായിര്. ഓ ആ ചെറിയ കണ്ണികയില്ലേ 4ന്റെ ലാസ്റ്റിലൊരു ചെറിയ ഫേരസിന്റെ വംശപാരമ്പര്യമാവിത്. പുള്ളിയോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. വായിച്ചേ പേരേസിന്റെ വംശപാരമ്പര്യമാവിത്. പേരസിന്റെ ആരാ പേരസ്? പേരേസ് ആരാന്ന്? ഓ പേരേസ് ആരെങ്കിലുമായിട്ട് പെട്ടെന്ന് യോഗം നിർത്തും. അടുത്ത മഴയ്ക്ക് മുന്നേ പേരേസിന് എന്താ പീരുന്ന? യഹൂദയ്ക്ക് താമാറിൽ മരുമകളിൽ ജനിച്ച കുട്ടിയാ പേരേസ്. മനസ്സിലായോ? യഹൂദ ആരാ? യാക്കോബിന്റെ മകൻ. മണ്ണാറത്തറ തന്നാന്നോ? യാക്കോബിന്റെ മകനാണ് യഹൂദ. യഹൂദയുടെ അപ്പനാണ് യാക്കോബ്. യാക്കോബിന്റെ അപ്പനാണ് ഇസഹാക്ക്. ഇസഹാക്കിന്റെ അപ്പനാണ് അബ്രഹാം. അബ്രഹാമിന്റെ അപ്പനാണ് തേരക. അങ്ങനല്ലേ പഠിക്കുന്നേ? ഓ ആദാം മുതൽ നോഹ വരെ 10 തലമുറ. നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ. അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ. ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ. ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറ. 2 10 3 14 3 14 42 2 10 20 20 42 62 തലമുറ. എണ്ണപ്പെട്ട തലമുറ. അപ്പോൾ ആദാം, ശേത്ത്, ഏനോശ്, കേനാന്, മഗലേല്, യാരദ്, ഹനോക്ക്, മധൂശലേക്ക്, ലാമക്ക്, നോഹ. 10 പേര്. പിന്നെ നോഹയ്ക്ക് 3 മക്കൾ, ശേമും കാമും യാബത്തും. അതിൽ ശേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. പെട്ടെന്ന് വായിച്ചോ 11:10. പെട്ടെന്ന് വായിര്. ഉൽപ്പത്തി 11:10. വംശപാരമ്പര്യമാവിത്. ശേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 14-ാം വാക്യം അർപ്പക്ഷാദിന് 35 വയസ്സ്. അവൻ ശാലേഖനെ ജനിപ്പിച്ചു. 16-ാം വാക്യം ശാലേഖനെ ജനിപ്പിച്ച് ശാലേന് 30 വയസ്സായപ്പോൾ ഏബേരിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം ഏബേരിന് 16-ാം വാക്യം ഏബേരിന് 34 വയസ്സായപ്പോൾ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം പെലേഗിന് 30 വയസ്സായപ്പോൾ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം രയൂവിന് 32 വയസ്സായപ്പോൾ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം ഷെറൂഗിന് 30 വയസ്സായപ്പോൾ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം നാഗോറിന് 29 വയസ്സായപ്പോൾ തേരകനെ ജനിപ്പിച്ചു. 26-ാം വാക്യം തേരകന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം. അപ്പൊ ഇതാണ് ഈ പാരമ്പര്യം. ആദാം മുതൽ ഇങ്ങോട്ട് തുടങ്ങി വരിക. അങ്ങനെ ആദാം മുതൽ ഇങ്ങോട്ട് 10 തലമുറ. നോഹ വരെ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ മകൻ യഹൂദ, യഹൂദയുടെ മകൻ പേരേസ്. ഇനി യൂത്തിന്റെ പുസ്തകം വാക്യം ഫേരേസിന്റെ വംശപാരമ്പര്യമാവിത്. ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോനെ ജനിപ്പിച്ചു. പിന്നെ ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. രാം അമീനാദാബിനെ ജനിപ്പിച്ചു. അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ സൽമോനെ ജനിപ്പിച്ചു. സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. അപ്പൊ ഇശായിയുടെ കുറ്റി
ഇശായിയുടെ മകൻ ദാവീദ്. ഇനി മത്തായി 1:1 ഒന്നുകൂടെ ചേർത്തോ അങ്ങോട്ട്, പെട്ടെന്ന് ചേർത്തോ പോണം. മത്തായി 1:1. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തു. ഇശായിയുടെ മകനാണ് ദാവീദ്. ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തു ഈ കുറ്റിയിൽ നിന്ന് വരും. അതാണ് ഇനി യെശയ്യാ 11:1 വായിച്ചു. നിങ്ങളൊക്കെ ഇയാൾ തിരിച്ചു മറിച്ചു എല്ലാം മനുഷ്യനായിട്ട് വായിപ്പിച്ച് കുഴക്കുകയാന്നായിരിക്കും. വായിച്ചോ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. ഈ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സുവിശേഷം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. എവിടെ ജനിക്കും, ആരിൽ കൂടി ജനിക്കും, ജനിക്കുന്ന ശിശുവിൻ്റെ വിശേഷത, എന്ത് കഴിക്കും, ഏത് കുടുംബത്തിൽ, എല്ലാം കൃത്യമാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ വിശേഷത അടുത്ത കാലത്ത് ഉപദേശിമാരും ഒപ്പിച്ചതല്ല, ദൈവം ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. 1, സുവിശേഷം നിന്നെ രക്ഷിക്കും. 2, സുവിശേഷം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. 3 അത് 4 കാര്യം പറയാം, അത് മതി. 3, സുവിശേഷത്തിൻ്റെ വിശേഷത ഇത് സമാധാനം തരുന്നതാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 വായിച്ചു. എഫേസ്യ ലേഖനം 6:14-15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. മതി. സുവിശേഷം സമാധാനം തരും. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ മദ്യം തരത്തില്ല സമാധാനം, നിന്നെ തോലയ്ക്കും. ലഹരി പദാർത്ഥം നിന്നെ മുടിച്ചു കളയും. ആത്മഹത്യയും പരിഹാരമല്ല, വിഷം കഴിക്കുന്നതും പരിഹാരമല്ല. പരിഹാരം യേശുവിലുണ്ട്. യേശു സമാധാനം തരും. അവിടത്തേക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേര് തന്നെ സമാധാന പ്രഭു എന്നാണ്, അല്ലാതെ ഭക്ഷണം തരുന്ന പ്രഭു എന്നല്ല. ഭക്ഷണം തരുന്ന നിങ്ങൾക്കൊന്നും അറിയാൻ ചോറ് തരുന്ന പ്രഭു അല്ല, ബ്രൂ കോഫി തരുന്ന പ്രഭു അല്ല, പായസമെല്ലാം കൂടെ തരുന്ന പ്രഭു. പായസമെല്ലാം കൂടി ചേച്ചി സമാധാനമില്ലെങ്കിലോ? 2.5 രൂപയുടെ ചോറ് തന്ന് കിടന്നുറങ്ങാൻ മേലെ സമാധാനമില്ലാതെ. അപ്പം പിന്നെയും മഴയാണോ, പ്രസംഗിക്കണമെന്നാണ് തോന്നുന്നത്. മഴയാണോ? അതാ കർത്താവ് പറഞ്ഞു കൊടുക്ക ആട്ടെ. യേശുക്രിസ്തു സമാധാന പ്രഭുവാ. ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ വിശേഷത നിനക്ക് സമാധാനം തരും കേട്ടോ. 5 പൈസ കൊടുക്കണ്ട, 1/2 കാശ് മുടക്കണ്ട, 1/2 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന ഇടത്ത് കേൾക്കുന്ന ഇടത്ത് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എനിക്ക് സമാധാനം തരണം. അവിടുത്തെ സമാധാന പ്രഭുവാ. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. രക്ഷിക്കാൻ കഴിവുള്ളവനാ. സുവിശേഷത്തിൻ്റെ വിശേഷത രക്ഷിക്കുന്ന മാർഗം. 2 മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. 3 സമാധാനം തരുന്നതാണ്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് നിർത്തുക. സുവിശേഷത്തിൻ്റെ ഒത്തിരി വിശേഷതയുണ്ട്. ഞാനിപ്പം സമയം പോയതുകൊണ്ട് 4 പറയുന്നുള്ളൂ. സുവിശേഷത്തിൻ്റെ 4ാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗം. കൊലോസ്യർ 1:3 വായിച്ചു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. ഇത് പ്രത്യാശ തരുന്നതാ സുവിശേഷം. ഇതുപോലെ പ്രത്യാശ തരുന്ന ഒരു വിശേഷവും വേറെ ഇല്ല, സുവിശേഷമുള്ളൂ. വേറെ എന്തുവാ പ്രത്യാശ തരുന്നത്? നമുക്ക് സുവിശേഷം പ്രത്യാശയുടേതാ. എന്തുവാ സുവിശേഷത്തിൻ്റെ പ്രത്യാശ ഒത്തിരിയുണ്ട്. ഞാനെപ്പോഴും പറയും, അതിൽ പ്രധാനപ്പെട്ടൊരു പ്രത്യാശ എന്നാണെന്നറിയാമോ? ഇങ്ങോട്ട് നോക്ക്, വർത്താനം പറയാന്നോ? ഇങ്ങോട്ട് നോക്ക്. നിർത്താം, ഇപ്പം നിർത്താം, പറഞ്ഞു വിടാം. സുവിശേഷത്തിൻ്റെ പ്രത്യാശ ഒത്തിരി ഉണ്ട്. 1, നമ്മുടെ നേതാവ് തിരിച്ചു വരും. പല നേതാക്കന്മാരും തിരിച്ചു വരത്തില്ല. തിരിച്ചു വരികയില്ലെന്നല്ല, ഇങ്ങോട്ട് പോയെന്ന് പോലും തിട്ടമില്ല. ഇങ്ങോട്ട് നേതാവ് പോയി, പുള്ളിയും എവിടോട്ട് പോകുന്നെന്ന് പറയാതാ. എവിടോട്ട് പോകുന്നതല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ചോദിക്കില്ല എങ്ങനെയാ മരിച്ചു? ഒറ്റ ശബ്ദം കേട്ടതേ ഉള്ളൂ.
കൂടെ നിന്നവെല്ലാം ഇങ്ങനെ ഇമ വെട്ടിക്കാൻ നോക്കുന്ന. എന്നാൽ ഒരാൾ പറഞ്ഞ് കണ്ണി കൂടെ ആടാ പോയെന്ന് ജീവൻ. പിന്നെ മൂക്ക തന്നേക്കുന്ന എന്തിനാ? ഇടയിൽ പോകേണ്ട സ്ഥലത്തൂടൊക്കെ ഇത് പോകണ്ടേ? ആ, കണ്ണി കൂടെ ജീവൻ പോയെന്ന്. തങ്കമ്മ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പച്ചൻ എന്തോ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് പെടൽ വെട്ടിച്ചതല്ല അതൊന്നും. പല അപ്പന്മാരും പെടൽ വെട്ടിപ്പോയതല്ലാതെ ഒരക്ഷരം പോലും നിന്നോട്. എന്നാൽ നമ്മുടെ നേതാവ് അങ്ങനല്ല പോയത്. അയ്യോ, പോകുന്നതിന് മുന്നേ ശിഷ്യന്മാരെല്ലാം വിളിച്ചിരുത്തി പറഞ്ഞു, ഹൃദയം കാലം കരുത് കേട്ടോ, ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിച്ചോണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങോട്ട് പോയിച്ച് ഞാനങ്ങ് അതിലേങ്ങ് ഒരു പോക്ക് പോവുകയല്ല. എൻ്റെ ഭാഷയിലായി പറയാനേ, ഞാനൊരു പോക്ക് അങ്ങ് പോവുകയല്ല. പോയി സ്ഥലം ഒരുക്കിച്ച് തിരിച്ചു വരും. തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഹായ് മോളി അങ്ങനെ പറഞ്ഞേച്ച് പോവല്ല. തിരിച്ച് വന്ന് നിങ്ങളെ ഞാൻ എൻ്റെ അടുക്കിലോട്ട് എന്തോ പ്രത്യാശയായത് അങ്ങോട്ട് അവിടോട്ട് കൊണ്ടുപോയിട്ട് അന്നാ ഇതിലേലും പൊക്കമെന്ന് പറയല്ല, എൻ്റെ കൂടെ ഇരുത്തുമെന്ന്. അത് സംശയം വരാതിരിക്കാൻ പൗലോസ് പറഞ്ഞു, ഇങ്ങനെ നായി എപ്പോഴും കർത്താവിനോട്. അതാ കണ്ടോ, ഇതല്ലേ പ്രത്യാശ. സൈമൺ സാർ ഒരു പാട്ട് പാടി, എനിക്ക് പാടാൻ മണ്ണാർത്തറക്കാരുള്ളതുകൊണ്ട് പേടിയാ പാടാൻ. എൻ പിതാവിൻ കൃകേ ഇൻപമേറ്റും പല, എൻ പിതാവിൻ കൃകേ ഇൻപമേറ്റും പല, സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാലിനി, സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാൽ ഇനി ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല. സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ, സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ, ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല. പ്രത്യാശയുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്ത്. സുവിശേഷം പ്രത്യാശ തരുന്നതാ. നേതാവ് തിരിച്ചു വരും, നമ്മളെ കൊണ്ടുപോകും, കൂടെ ഇരുത്തും. മാത്രമാണോ, യുഗായുഗം കൂടെ വാഴും. ഇതൊക്കെ അല്ലേ പ്രത്യാശ? വേറെ ഏത് പ്രത്യാശ ഇങ്ങനെയുള്ളതാ? മാത്രമാണോ? അതുകൂടെ പറഞ്ഞു നിർത്താം, അതുകൂടെ പറയാം. എന്തുവാ, ഭർത്താവോ ഭാര്യയോ മക്കളോ ഒക്കെ കർത്താവിൽ നിദ്ര പ്രാപിച്ചവരുണ്ട്. അവർ ഒരു ദിവസം കാണും. പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒന്നുമല്ല കാണുന്നത്. പട്ടിയോട് അച്ഛനാന്നാ തോന്നുന്നത്, അച്ഛനാന്നോടാ 4 കാലും 4 പോകുന്നത്. പോതൊക്കേട് ഉമ്മ വിളിച്ച് പറയരുത്. ഓടി അച്ഛനാന്ന് തോന്നുന്നു. എന്തിയാ? കൊക്കോടെ അടിയില്ല. അച്ഛൻ എന്തിനാ കൊക്കോടെ അടി വന്ന് നിൽക്കുന്നത്? എടാ ബെവരത് കോച്ചി, അച്ഛൻ വീട്ടോട്ട് കയറി വരരുതോ? അച്ഛൻ കൊക്കോടെ അടി വന്ന്, അച്ഛൻ കൊക്കോടെ അടിയിലും വരത്തില്ല, കോഴിക്കോട്ടിൻ്റെ സൈഡിലും വരികയാണ്. എടി ഓടി വാ എന്നെ അമ്മച്ചിയാന്ന് തോന്നുന്നു. ഏതാ ഞാൻ വാടത്തൊണ്ടലോട്ട് നോക്കിയേ. രാമൻ കാക്ക വന്നിരിക്കുന്നത്, നീ പൊട്ടി പറയാ അമ്മച്ചി വന്നിരിക്കുന്നത്. കുറേ നേരമായെന്ന്. പിന്നെ ഇന്നലെ ഈ സമയത്ത് അമ്മച്ചി മേടിച്ച തവിയ തന്നെ അമ്മ നോക്കുന്നത്. തള്ള തവി എറിഞ്ഞേച്ച് എന്നേ പോയതാ. എൻ്റെ പൊട്ടി തള്ള പട്ടിയായിട്ടും കാക്കയായിട്ടും ഒന്നും വരികയല്ല. നമ്മളെ വിട്ട് മൺമറഞ്ഞവരെ യേശു ഇങ്ങോട്ട് വരുമ്പോൾ കാഹളം ധ്വനിക്കും. കാഹളം ധ്വനിക്കുമ്പോൾ നമ്മെ വിട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും. ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. മാനസാന്തരപ്പെട്ട യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ രൂപാന്തരപ്പെടും.
രണ്ടു കൂട്ടം ഇങ്ങോട്ട് ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ വേഗങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇതാ പ്രത്യാശ. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന് രക്ഷിക്കുന്ന മാർഗം, 2 സമാധാനം തരുന്ന മാർഗം, 3 മുന്നമേ ഒരുക്കി വെച്ചത്, 4 പ്രത്യാശ തരും. ഈ പ്രത്യാശയോടെ മടങ്ങിപ്പോകാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഓ യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ വിവിധ കാരണങ്ങൾ. അത് 5ാമത്തെ കാര്യമാ സുവിശേഷം അറിയിച്ചു. 1 ആമൻ സ്വന്തം ദൈവം അയച്ചിട്ട് വന്നു. 2 അമ്മയുടെ ഉദരത്ത് വെച്ച് ആത്മാവിൽ ബലപ്പെട്ടു. 3 അവൻ ധൈര്യമുള്ളവൻ. 4 നീതിയും വിശുദ്ധിയും ഉള്ളവൻ. 5 സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷത്തിന്റെ 5 വിശേഷത പറഞ്ഞു. എല്ലാവരും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഓ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടി അവസാനിപ്പിക്കാം. പോകുക നാം പോർവീരനായി രക്ഷകനേശുവിൻ പ്രിയജനം. ഓ രക്ഷാദൂതി അമ്മ ഉണർവോടെ മുൻപോട്ടു പോകുക. ഓ രക്ഷാദൂതി അമ്മ ഉണർവോടെ മുൻപോട്ടു പോകുക. ദുർഘട സമയം അമേനാധർമ്മമൂർത്തി വരും. ദുർഘട സമയം ഇത് അമേനാധർമ്മമൂർത്തി വരും. അമേനാത്മബലത്താലടരാടുക. ഓ പോകുക ഉണർവോടെ മുൻപോട്ടു പോകുക. അവരെ ചാതൂതി പട കരമുയർത്തി ഹല്ലേലൂയ പാടാം. അല്പസമയം പോയെങ്കിലും സദയം ക്ഷമിച്ച് ശുശ്രൂഷയിൽ സഹകരിച്ച് വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ച കർത്തദാസനെയും സഭയെയും ചുമതലപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. സമാപന യോഗമാണല്ലോ. ഒക്കുന്നെങ്കിൽ ആവതോ ആക്കോ ഉണ്ടെങ്കിൽ കൈ ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തും. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളൽ. ഒരിക്കൽ കൂടെ. ഓ ഇന്നും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും. ജനമേ യഹോവ നിങ്ങളെ അനുഗ്രഹിച്ചു.